കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നോടൊപ്പം ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്. കർത്താവ് ഒരുക്കിയ വഴികളെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പാസ്റ്റർ ജെറിൻ ചെറിയാനെ കാണുവാനും ഉദ്ഘാടനം ചെയ്ത ദേവദാസന്മാരെ കാണും മറ്റുള്ള നിങ്ങളെ പ്രിയപ്പെട്ടവരെ കാണുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. എൻ്റെ സ്വന്തമായ ചിന്തയിൽ പറഞ്ഞാൽ യാതൊരു വിധത്തിലും ഞാനിവിടെ ഈ സമയത്ത് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലായിരുന്നു. ഞാൻ ബ്രസീലിൽ ഒരു ക്രൂസുകളായിരിക്കുമ്പോഴാണ് എനിക്കൊരു ഇമെയിൽ, ബ്രദർ റോയ് മർക്കര എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അദ്ദേഹം എനിക്കൊരു ഇമെയിൽ അയച്ചിട്ട് എന്നോട് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്തു. ഞാനത് പറഞ്ഞു, ഐ വിൽ കൺസിഡർ ഇറ്റ്. ഞാൻ സിറ്റിയിൽ എനിക്ക് ഇമെയിൽ ആക്സസ്, ഇവിടെ ഇൻ്റർനെറ്റ് വളരെ ഡയലപ്പാണ്, അതുകൊണ്ട് വളരെ വിഷമാണെന്ന് പറഞ്ഞു. ഞാൻ സിറ്റിയിൽ വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അത് കൺഫേം ആയി പാസ്റ്റർ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് കൺവെൻഷന് വേണ്ടി പോവുകയാണ്, മുംബൈയിലെ മഹാരാഷ്ട്ര. എന്നിട്ട് എനിക്ക് തിരിച്ച് ന്യൂയോർക്കിൽ വന്ന് മടങ്ങി വരണം. ഈ ഒരു വീക്കെൻഡ് ഞങ്ങളുടെ ചർച്ചിലേക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നതാണ്, പല ശുശ്രൂഷകൾ അവിടെ ഞാൻ ഏറ്റിരുന്നതാണ്. കലണ്ടർ നോക്കാൻ കഴിഞ്ഞില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അതുമല്ല, എന്നെക്കാളും വളരെ ശക്തനായ ശ്രേഷ്ഠനായ ഒരു അഭിഷക്തൻ പാസ്റ്റർ എം എ വർഗീസ് ശുശ്രൂഷിപ്പാൻ ഇവിടെ കടന്നു വരേണ്ടുന്ന സ്ഥാനത്ത് ഞാൻ കടന്നു വരിക എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഐ കനോട്ട് ഫിറ്റ് ഇൻ ഈ ഷൂസ്. എന്നാൽ ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയുള്ള മുഖത്തിൽ അദ്ദേഹം വളരെ എനിക്ക് ഉത്സാഹനം തന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഐ വിഷ് ഹി വാസ് ഹിയർ. എനിവേ, ഇന്ന് കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യട്ടെ. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ദാസൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ഇവിടെ പ്രവർത്തിപ്പാനുള്ളത്. ഞാൻ വലിയൊരു പ്രിപ്പയർഡ് മെസ്സേജസ് ആയിട്ടൊന്നും സാധാരണ ഈ കാലങ്ങളിലെങ്ങും പോയി നിൽക്കാറില്ല, മറ്റൊന്നും കൊണ്ടുമല്ല. ദൈവം പറയുന്നൊരു ദൂത് വിളിച്ചു പറയാനാണ് ഈ കാലങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവശബ്ദം കേട്ടത് വിളിച്ചു പറയുന്നതിൽ ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെതായ ശൈലികളോ മറ്റോ കേൾക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അല്ല, അതിനപ്പുറമായി ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനോട് പറയുക, കർത്താവ് ചിലത് ചെയ്യും. ദൈവജനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ അടുത്ത കാലയളവിൽ തന്നെ കർത്താവ് വരുമെന്ന്. എന്നോട് ശക്തമായി 3-4 വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വിഷയമാണ്. ഈ വർഷം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 6-7 അഭിഷക്തന്മാർ എൻ്റെ അടുത്ത് അത് കൺഫർമേഷൻ പറഞ്ഞു. ഞാൻ ബ്രസീലായിരുന്നപ്പോൾ അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, സൗത്ത് കൊറിയയിൽ പ്രെയർ മൗണ്ടൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കടന്നു ചെന്നു. ആ മൗണ്ടനിൽ താമസിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം പുറത്തു വരാറില്ല, അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പോയിരിക്കും. ആരെങ്കിലും ആഹാരം കൊണ്ട് കൊടുത്താൽ ആഹാരം കഴിക്കും. പെട്ടെന്ന് അദ്ദേഹം ആ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നു, എൻ്റെ അടുത്തോട്ട് നേരെ വന്ന് ഇങ്ങനെ പറഞ്ഞു, ജീസസ് ഈസ് കമ്മിങ് സൂൺ, ബി പ്രിപ്പയർഡ് ആൻഡ് പ്രിപ്പയർഡ് മൈ പീപ്പിൾ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കാനഡയിൽ നിന്ന് ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വേർതിരിച്ചു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ശക്തമായി ഈ നാളിൽ പറയണം, കർത്താവ് വരുവാൻ കാലങ്ങളായെന്ന് പറഞ്ഞു. എൻ്റെ സിസ്റ്റർ അരിസോനയിൽ USA ഞാൻ അവിടെ കടന്നു പോയിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാനൊരു ഹോട്ടലിൽ പോയി. ഞങ്ങളെല്ലാം കൂടെ ആഹാരം കഴിക്കുമ്പം എൻ്റെ സിസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞതാണെന്ന് വിചാരിച്ച് അപ്പുറത്തുനിന്ന് ചോദിച്ചു, മോളെ എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരാഴ്ച അതല്ല, ഞാൻ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് കർത്താവിനോട് ചോദിക്കും, ഈ വർഷം എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ എന്താണെന്ന് എന്നെ അറിയിക്കണമേ എന്ന്. നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം ദൈവാത്മാവിനോട് പറഞ്ഞു, ഐ ആം കമ്മിങ് സൂൺ, ഐ ആം കമ്മിങ് സൂൺ, ഐ ആം കമ്മിങ് സൂൺ. ഞാൻ വേഗത്തിൽ വരുന്നു എന്നൊരു ശബ്ദം എൻ്റെ സിസ്റ്റർ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ സൗത്ത് അമേരിക്കയിൽ ഒരു അഭിഷക്തൻ്റെ കൂടെയാണ് താമസിച്ചത്. അദ്ദേഹം 21 ദിവസം ഫാസ്റ്റിംഗ് പ്രേയറിലിരിക്കുമ്പോൾ 21 ദിവസവും ദൈവാത്മാവ് അവരോട് ഇടപെട്ട ഒറ്റപ്പദം, കർത്താവ് വേഗത്തിൽ വരുന്നുവെന്നാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുപോയി. ഹല്ലേലൂയ. ദൈവമക്കൾ അതിനു വേണ്ടി ഒരുങ്ങുക. ഞാൻ ഫ്രാൻസിലായിരുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പ്. പാരീസിലായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു ഹോളിൽ 1000കണക്കിന് ആൾക്കാർ ഒരുമിച്ച് വന്ന് കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവരവിടെ ആരാധിപ്പാൻ വേണ്ടി വന്നവരാണ്. അവരിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, സ്നാനപ്പെട്ടവരുണ്ട്, അഭിഷേകം പ്രാപിച്ചവരുണ്ട്, റെഗുലർ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവജനം ധ്യാനിക്കുന്നവരുണ്ട്, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരെന്നെല്ലാം പറയുമ്പോൾ തന്നെ
പെട്ടെന്ന് എന്തോ ഒരു അന്ധകാരം വന്ന് ആ മുറിക്കകത്ത് നിറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് കർത്താവേ നീ അരുളി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം പറഞ്ഞു, ലോകമയത്തോടെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെങ്കിലും എൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരെങ്കിലും ലോകവും അവരും കൂടെ ഒന്നിച്ചു ചേർന്ന് പോകുന്ന അനുഭവങ്ങളാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹൃദയം ഒത്തിരി കരഞ്ഞു. കാരണം കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് നഷ്ടമായി പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണല്ലോ. പെട്ടെന്ന് ദൈവാത്മാവിനെ വേറൊരു കാഴ്ച കാണിച്ചു. ചില സ്റ്റെപ്പുകൾ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, നീ മുകളിലോട്ടൊന്ന് കയറാൻ പറഞ്ഞു. ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിലൊരു ഫ്ലോർ എന്നെ കാണിച്ചു. ആ ഫ്ലോറിൽ ആയിരക്കണക്കിന് വെള്ളവസ്ത്രധാരികൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വരുന്നത് ഞാൻ കാണിച്ചു. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ മണവാട്ടി, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ വരുന്നത്. ലോകത്തോടെ ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയുണ്ട്. ആ മണവാട്ടിക്ക് വേണ്ടിയാണ് ഞാൻ വരുന്നതെന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ഞാൻ ബ്രസീലിലെ ലാസ്റ്റ് മീറ്റിങ്ങിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ദൈവദാസി ദൈവാത്മാവിൽ എന്ന് പറഞ്ഞ് പ്രവചനാത്മാവിൽ പ്രവചിക്കുവാൻ തുടങ്ങി. അവർ പോർട്ടുഗീസിലാണ് പറഞ്ഞത്, എനിക്ക് ഭാഷ മനസ്സിലാകാഞ്ഞില്ല. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇൻ്റർപ്രറ്ററെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എന്താണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ കാണിച്ച അതേ ദർശനം ആ ദൈവദാസി റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു. അന്ന് ദൈവാത്മാ എന്നോട് 10 കന്യമാരെക്കുറിച്ച് പറഞ്ഞിട്ട് വ്യക്തമായി പറഞ്ഞു, 10 പേരും കന്യമാരാണ്, 10 പേരും മണവാളനെ നോക്കിയിരുന്നതാണ്. പക്ഷേ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായി. ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടി മണവാളൻ വന്നു, മണവാളൻ കൊണ്ടുപോയി, മറ്റുള്ളവർ താമസിച്ചു പോയി ചെന്നു, പക്ഷേ പ്രയോജനമുണ്ടായില്ല. അതേ ദൂത് ആ ദൈവദാസി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ദാറ്റ് വാസ് അനദർ കൺഫർമേഷൻ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ കുറേ വർഷങ്ങളുണ്ട് കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് സാധാരണ കേൾക്കുന്ന ഒരു പദമായി ചിന്തിക്കും. എന്നാൽ ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു മുഴക്കം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. നമ്മുടെ പ്രാണപ്രിയ വരുവാൻ സമയമായി. അവൻ ഈ നാളുകൾ വരും നിശ്ചയം. ഏറ്റവും അടുത്ത നാളുകളിൽ അത് വരും നിശ്ചയം. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. 4 വർഷം മുമ്പാണ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. കർത്താവ് വരുന്നതിന് മുൻപ് വലിയൊരു ഉണർവ് ലോകത്തിൽ നടക്കുമെന്നും വലിയൊരു കൊയ്ത്ത് ദൈവരാജ്യത്തിനുണ്ടായിരിക്കുമെന്നും കൃപയാൽ അനേക രാജ്യങ്ങളിൽ പോയി കാണുവാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. വലിയ ഉണർവുകൾ പല പട്ടണങ്ങളിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. വലിയ കൊയ്ത്ത് അനേക സ്ഥലങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തിയെ തികച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായ ദൈവപ്രവൃത്തി ഈ നാളുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു കാറ്റുപോലെ ചില അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും കെടുത്തുവാൻ കഴിയാത്ത അഗ്നിയായി ദൈവം ചിലരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന് തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനുണ്ട്, തികയ്ക്കുവാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഇതിൻ്റെ മധ്യത്തിലും ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുമെന്ന്. യഹോവയുടെ ദൃഷ്ടി ചിലതിൻ്റെ മേൽ പതിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോടൊരു ദൈവത്തിൻ്റെ ദൃഷ്ടി ഇന്ന് രാത്രിയിൽ തന്നെ ചിലതിൻ്റെ മേൽ പതിപ്പിച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ! അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ടോ, ദൈവം അത് ചെയ്തിരിക്കും നിശ്ചയം. ഹല്ലേലൂയ! ദൈവം ചിലതിൻ്റെ പേര് കുറിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ മേൽ അവൻ്റെ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ചില അധികാരത്തെ ദൈവം ഏൽപ്പിക്കുന്ന നാളുകളായിരിക്കും. ചില അഗ്നിയെ ദൈവം കത്തിക്കുന്ന നാളുകളായിരിക്കും. ദൈവം തൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന നാളുകളായിരിക്കും. യേശുവിൻ നാമത്തിൽ. Yes, Lord. Thank you, Jesus. Thank you, Lord. ദാഹത്തോടെ വന്നിരിക്കുന്ന, വിശപ്പോടെ വന്നിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി വന്നിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. Praise you, Jesus. അവൻ അത് തികയ്ക്കും നിശ്ചയം. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു ഭാഗം ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ബുക്ക് ഓഫ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോശുവ 1-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. കണ്ണുകളടച്ചാട്ട് ഒരു നിമിഷം. പരിശുദ്ധ ദൈവമേ, ഈ രാത്രിക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങെ മഹത്വപ്പെടുത്തുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിനായി ഞാൻ അങ്ങയ്ക്ക് നന്ദി കരയറ്റുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അങ്ങയുടെ പ്രവൃത്തി ഇവിടെ തികയ്ക്കണമേ. ഏഴയോടുള്ള വാക്തത്വത്തെ ഞാൻ ഓർക്കുന്നു. ഒരു സ്റ്റേജിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ലെന്ന് അങ്ങൊരു വാക്തത്വം തന്നല്ലോ. ഇന്ന് രാത്രി ഞാനിവിടെ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. എൻ്റെ കർത്താവ് ഇവിടെ ഉള്ളതിനായി നന്ദി. അങ്ങയുടെ കരം തന്നെ ഇന്ന് രാത്രി ചിലരെ തൊടുമാറാകണം. ഇന്ന് രാത്രി അങ്ങയുടെ കാറ്റിവിടെ വീശുമാറാകണം. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുമാറാകണം. അങ്ങയുടെ മക്കളെ ചിലതിനു വേണ്ടി ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുമാറാകണം. ഒരു പുതിയ അഭിഷേകത്തിൻ്റെ ആഴത്തിലേക്ക് ചിലരെ ഇന്ന് രാത്രി കൊണ്ടുപോകുമാറാകണം. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ പ്രവൃത്തിയെ ഇന്ന് രാത്രി തികയ്ക്കുവാൻ പോകുന്നതിനായി നന്ദി അപ്പച്ച. താങ്ക് യു ജീസസ്. തിരുനാമ മഹത്വത്തിനായി അങ്ങയുടെ മക്കളുടെ അനുഗ്രഹത്തിനായി എളിയവനെ ഉപയോഗിക്കുമാറാകണം. പ്രാർത്ഥനയായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ജോഷുവ ജനറേഷൻ അല്ലെങ്കിൽ യോശുവ തലമുറയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഇതെന്നോട് ദൈവാത്മ വളരെ ശക്തമായി കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ യോശുവ എന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രത്യേകമായ രീതിയിൽ ദൈവം എന്നോട് ഇടപെട്ടത് 6 മാസം മുമ്പാണ്. ഒരു വചനം ദൈവം ഈ നാളുകൾ ഏൽപ്പിക്കുന്നത് ഒരിടത്ത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല. ഐ ഡു ബിലീവ് ഗോഡ് ഹാസ് എ പ്ലാൻ. ദൈവത്തിനെന്തോ പ്രത്യേകമായ പദ്ധതിയോടുകൂടെയാണ് ചില വചനങ്ങൾ തരുന്നത്. അതെങ്ങനെ എവിടം വരെ സംസാരിക്കുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കി പ്രസംഗിക്കാനും പോകുന്നില്ല. പക്ഷെ ദൈവാത്മാവ് നടത്തുന്നത് പോലെ ഇന്ന് രാത്രി മുൻപോട്ട് പോകുന്നതായിരിക്കും. ഈ ജോഷുവ ജനറേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു യങ് ജനറേഷൻ അല്ലേ? ഒരു യങ് ജനറേഷൻ എന്നാണ് നമ്മുടെ ചിന്താഗതി. വാസ്തവം തന്നെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം. പലരും അങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ജോഷുവ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ യോശുവായ്ക്ക് തന്നെ എൻ്റെ കണക്കൂട്ടൽ ശരിയാണ് ഏകദേശം 60 വയസ്സുണ്ട്. യോശുവയുടെ കൂടെയുള്ള കാലേബിനെ കുറിച്ചാണെങ്കിൽ കാലേബിന് 80 വയസ്സുണ്ട്. പിന്നെ മരുഭൂമിയിൽ ജനിച്ച പലരും ഉണ്ട് അവിടെ. അപ്പോൾ പ്രായമല്ല അവിടെ വിഷയം, ദർശനമാണ് വിഷയം. താങ്ക് യു ലോർഡ്. പ്രായം കൊണ്ട് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞതുകൊണ്ട് അഭിഷേകത്തിൻ്റെ അളവ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാൽ, ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടാൽ, ദൈവം തൻ്റെ കരങ്ങളിൽ ചിലതിനെ എടുത്താൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലിരിക്കണം. ജോഷുവ ജനറേഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരെന്നുള്ളവരെ മാത്രമല്ല, അവരും ഇതിനകത്ത് ഉൾപ്പെട്ടവരാണ്. നാം എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടവരാണ്. വി ഓൾ ആർ ഇൻക്ലൂഡഡ്. നാം എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടവരാണെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. ആദ്യമായി ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പം അകത്തൊരു തുടിപ്പോടെ പോകുവാനിടയായി. പ്രൈസ് യു ജീസസ്. ഓ ഹല്ലേലൂയ. ഇവിടെ നാം ആദ്യം വായിക്കുന്നത് യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം. താങ്ക് യു ലോർഡ്. മോശ മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ദൈവം അരുളി ചെയ്യുന്ന ചില കാര്യമാണ് മോശയുടെ മരണശേഷം. ദ ഓൾഡ് ഈസ് ഗോൺ, സംതിങ് ന്യൂ ഹാസ് സ്റ്റാർട്ടഡ്. പഴയത് കഴിഞ്ഞു, എന്തോ പുതിയതിൻ്റെ ഒരു തുടക്കം അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. മറക്കരുതേ, മോശയുടെ തലമുറ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു തലമുറയായിരുന്നു. മോശയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ ലീഡർഷിപ്പ് അല്ല, വളരെ ശക്തിയുള്ള ഒരു ലീഡർഷിപ്പായിരുന്നു മോശയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് മോശയുടെ നേതൃത്വത്തെ ചെറുതായി കാണിക്കുവാനോ അതിനെ യാതൊരു വിധത്തിലും മറ്റതിനേക്കാൾ താഴ്ന്ന നിലയിൽ കാണിക്കുവാനോ അല്ല ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കാലങ്ങൾ തിരിച്ചറിയണമെന്ന് പറയാനാണ് ഞാൻ ഇന്ന് രാത്രി ഇതിലേക്ക് ഞാനിന്ന് കടന്നു വന്നത്. പ്രൈസ്. ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവം സമയത്തിന് മുൻപൊന്നും ചെയ്യുന്നില്ല, സമയം കഴിഞ്ഞും ചെയ്യുന്നില്ല. ദൈവം തൽസമയത്ത് പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ദൈവത്തിന് ഓരോ തലമുറയെക്കുറിച്ച് ഓരോ പദ്ധതിയുണ്ട്.
ദൈവത്തിന് ഓരോ തലമുറയെക്കുറിച്ച് ഓരോ ഉദ്ദേശമുണ്ട്. ആ ഓരോ തലമുറയും അവരുടെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഓ ഹല്ലേലൂയ. മോശയുടെ തലമുറ വലിയ വലിയ കാര്യങ്ങൾ കണ്ടവരാണ്. ദൈവത്തെ നേരിട്ട് കണ്ടവനാണ് മോശ. ദൈവത്തോടെ മുഖാമുഖമായി സംസാരിച്ചവനാണ് മോശ. ദൈവത്തിൻ്റെ ബലമുള്ള ഭുജമെന്തെന്ന് മനസ്സിലാക്കിയ തലമുറയാണ് ഈ തലമുറ. വിടുകയില്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചിരുന്ന ഫറവോന്യ ആധിപത്യത്തെ തകർത്തിട്ട് ദൈവം തന്നെ ജനത്തെ വിടുവിച്ചത് നേരിട്ട് കണ്ടവരാണ് മോശയുടെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ മുൻപിൽ ചെങ്കടലിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ചെങ്കടൽ വഴിമാറിയേ മതിയാകുള്ളൂ. അവർക്ക് ഭക്ഷിക്കുവാൻ മന്ന കൊടുത്തവരാണ്. അവർക്ക് കുടിക്കാൻ വെള്ളം ആവശ്യമുള്ളപ്പോൾ പാറയിൽ നിന്ന് തന്നെ അവർ വെള്ളം കുടിച്ചവരാണ്. ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ കീഴെ സഞ്ചരിച്ചവരാണ് അവർ. അതുകൊണ്ട് മോശയുടെ ഈ തലമുറ എന്ന് പറയുന്നത് അത് അവർ കുറഞ്ഞവരൊന്നുമല്ല, വളരെ ശക്തിയേറിയ ഒരു തലമുറയായിരുന്നു. Praise you, Jesus. അവർ കണ്ട അത്ഭുതങ്ങൾ വലുതായിരുന്നു. അവർ കണ്ട അടയാളങ്ങൾ വലുതായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ ദൈവം വലിയ ദൈവമെന്ന് പറയത്തക്കവണ്ണം, യെശൂരിന്റെ ദൈവത്തെ പോലെ വേറെ ദൈവമാരുള്ളൂ എന്ന് പറയത്തക്കവണ്ണം വലിയ ദൈവകൃപ അനുഭവിക്കുകയും ദൈവശക്തി ജീവിതത്തിൽ ഏറ്റെടുത്തു വരുമായിരുന്നു മോശയുടെ തലമുറ എന്ന് പറയുന്നത്. എന്നാൽ മറക്കരുത്, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ചില പദങ്ങളുണ്ട്. 20 ലക്ഷം ആൾക്കാർ പുറപ്പെട്ടെങ്കിലും 2 പേർ മാത്രം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. പ്രൈസ് യു ജീസസ്. വലിയൊരു ജനക്കൂട്ടം പുറപ്പെട്ടതാണ്. എന്നാൽ 2 പേർ മാത്രം, യോശുവയും കാലേബും മാത്രം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ ഇടയായി തീർന്നു. അതിനുള്ള കാരണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. 2 പേർ. എന്താണ് ഈ 2 പേരുടെ പ്രത്യേകത? ഈ 2 പേർക്ക് മറ്റുള്ളവരെക്കാൾ ഒരു വ്യത്യസ്ത ചിന്താഗതിയുള്ളവരായിരുന്നു. അവർക്ക് അവരുടെ ദൈവം ആരെന്നറിയാമായിരുന്നു. അവരുടെ പ്രതികൂലങ്ങളെക്കാൾ വലിയവനാണ് ദൈവമെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവരെ എതിർക്കുന്ന ശക്തികളെക്കാൾ ശ്രേഷ്ഠനാണ് ദൈവമെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാലേബിനെ കുറിച്ച് പറയുന്നത് അവനൊരു പ്രത്യേക സ്വഭാവമുള്ളവനായിരുന്നെന്നാണ്. ഈ തലമുറയിൽ പ്രത്യേക സ്വഭാവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ ദൈവമെന്നറിയുവാൻ, ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമർപ്പണമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓ ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം പ്രത്യേക സ്വഭാവമുള്ള ഒരു തലമുറയാണ്. ദൈവത്തിന് ആവശ്യം ഒരു ദർശനമുള്ള ഒരു തലമുറയാണ്. ദൈവത്തിന് ആവശ്യം കാഴ്ചപ്പാടുള്ള ഒരു തലമുറയാണ്. ദൈവത്തിന് ആവശ്യം മുൻപോട്ട് പോകുന്ന ഒരു തലമുറയാണ്. ഗ്ലോറി മൈ മാസ്റ്റർ. താങ്ക് യു ലോർഡ്. ആ 2 പേർ അതിനകത്ത് ബാക്കി ശേഷിച്ചു. ബാക്കി മരുഭൂമിയിൽ ഉണ്ടായിരുന്നവർ. അവിടെ പറയുന്നു, മോശയുടെ മരണശേഷം സംതിങ് ഹാസ് ഡൈഡ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കണമേ. എന്തോ ഒരു മരണം സംഭവിച്ചു. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമോ? ചില മരണം നമ്മുടെ ജീവിതത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. ചില ചിന്താഗതികൾക്ക് മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ ദർശനത്തിനൊരു വിശാലത വന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടിനൊരു മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. ഇന്നിവിടെ ഇരിക്കുന്ന മലയാളികളായ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, മറ്റുള്ളവരും നമ്മളിൽ വ്യത്യാസമില്ല. ഏൽപ്പിച്ചു കൊടുത്താൽ ഈ അന്ത്യകാല കൊയ്ത്തിൽ, അന്ത്യകാല ഉണർവിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, യേശുവിൻ നാമത്തിൽ. ഗ്ലോറി മൈ മാസ്റ്റർ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവേ, എന്നിൽ മരിക്കേണ്ടതെന്നൊന്ന് കാണുവാൻ എനിക്ക് കൃപ തരണമേ. എന്നിൽ മരിക്കേണ്ടത് മരിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നെന്ന് പറയുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഗ്ലോറി മൈ മാസ്റ്റർ. വലിയ കാര്യങ്ങളല്ല നമ്മളെ വലിയ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ചെറിയ വിഷയങ്ങൾ, ചെറിയ ചിന്താഗതികൾ, ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ കാര്യം ദൈവം നമ്മെ ചെയ്യുന്നത്, നമ്മളെ മാറ്റി നിർത്തുന്നത്. ഓ ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കുന്നത് വലിയ കുറുക്കന്മാരല്ല, ചെറിയ കുറുക്കന്മാരാ. ഓ ഹല്ലേലൂയ. നമ്മൾ ചെറുതെന്ന് കാണുന്ന അതായിരിക്കും ദൈവം ചിലപ്പോൾ വലുതെന്ന് കാണുന്നത്. നമ്മൾ വലുതെന്ന് കാണുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന് വിഷയമല്ല, അവന് മാറ്റം വരുത്തുവാൻ കഴിയും. എന്നാൽ നാം ചെറുതെന്ന് കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ ദൈവത്തിന് വലിയ വിഷയമായിരിക്കും. പ്രൈസ് യു ജീസസ്. ഓ ഹല്ലേലൂയ. എന്നാൽ ആരും മരിച്ചാലും നമ്മുടെ ദൈവം മരിക്കുന്നില്ല. ഏത് തലമുറ മാറിയാലും തലമുറയായി അവൻ സങ്കേതമായിരിക്കുന്ന ദൈവമാണ്. Praise you, Jesus. Thank you, Lord. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഒരു പദം പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉസ്സിയ രാജാവ്
മരിച്ച ആണ്ടിൽ. ഹല്ലേലൂയ. ആ പദം എന്നെ വളരെ സ്പർശിച്ച പദമാണ്. ഉസിയ രാജാവിൻ്റെ ചരിത്രം നാം പഠിക്കുകയാണെങ്കിൽ ഇസ്രയേലിൽ വളരെ ശ്രേഷ്ഠനായ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു ഉസിയ രാജാവ് എന്ന് പറഞ്ഞാൽ. യെശയ്യാവിൻ്റെ ചിന്താഗതിയിൽ അവനെപ്പോലെ മറ്റൊരു രാജാവ് ഇസ്രയേലിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല. അവനെപ്പോലെ പ്രാപ്തിയുള്ള, അവനെപ്പോലെ കഴിവുള്ള വേറെ രാജാവ് വരാൻ സാധ്യതയില്ല. എന്നാൽ അവൻ്റെ പ്രവൃത്തി നിമിത്തം നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? പുരോഹിതന്മാർ മാത്രം ധൂപം കാട്ടേണ്ടടുത്ത് അവൻ പോയി ധൂപം കാട്ടിയതുകൊണ്ട് അവൻ കുഷ്ഠം ബാധിച്ചവനായി അവൻ പുറത്താക്കപ്പെട്ടു. കുറച്ചുനാൾ കുഷ്ഠം ബാധിച്ചവനായി ജീവിച്ചു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, യെശയ്യാവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും, ദൈവമേ ഇതൊരു ചെറിയ വിഷയമല്ലയോ, അവൻ അറിവില്ലായ്മയിൽ ഒരു ധൂപം കാട്ടിയതല്ല ഉള്ളൂ, അവനോട് ക്ഷമിച്ചവനെ മടക്കി വരുത്തണമേ എന്ന് അനേക നാളുകൾ യെശയ്യാവ് ഒരു പക്ഷേ പ്രാർത്ഥിച്ചു കാണും. എന്നാൽ അവിടെ നാം വായിക്കുന്നത് ഉസിയ രാജാവ് മരിച്ചു എന്ന് വെച്ചാൽ യെശയ്യാവിന് മറുപടി ലഭിച്ചില്ല. മറുപടി ലഭിക്കാതിരിക്കുമ്പം ഒരു ദർശനം കിട്ടി. അതെന്താണെന്നറിയാമോ? ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. യെശയ്യാവേ, ഏത് ഉസിയ രാജാവ് മരിച്ചാലും, ഏത് രാജാവ് മരിച്ചാലും മരിക്കാത്തവനായ ഞാൻ, രാജാതിരാജാവായ ഞാൻ എൻ്റെ സിംഹാസനത്തിലുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സംബന്ധിച്ച് ഉസിയ വലിയ രാജാവായിരിക്കും, എന്നാൽ എന്നെ സംബന്ധിച്ച് ഉസിയാവല്ല. എനിക്ക് എൻ്റെ പ്രമാണമാണ് വലുത്, എനിക്ക് എൻ്റെ വചനമാണ് വലുത്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവാത്മാവിനെ ആ വിഷയത്തിലൊന്ന് തൊട്ടതാണ്. ഞാൻ വിചാരിച്ച ദൈവമേ ഒന്ന് ധൂപം കാട്ടിയെന്ന് വിചാരിച്ച് ക്ഷമ ചോദിച്ചപ്പോൾ അങ്ങ് ക്ഷമിച്ചു വിടാമായിരുന്നില്ലേ? പക്ഷേ യെശയ്യാ മഹാരാജനെത്തി ഒരു മന്ദിരത്തിലെല്ലാം നിറച്ചു കഴിഞ്ഞിട്ട് വളരെ പുക നിറഞ്ഞെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ വായിച്ചു നോക്കാം, അവിടെ പുക കൊണ്ട് നിറഞ്ഞു. സ്വർഗത്തിലെ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന് പറയാനുള്ളത്, യെശയ്യാവേ ഇവിടെ ഈ പുകയ്ക്കൊന്നും കുറവൊന്നുമില്ല, ആരാധനയ്ക്കൊന്നും ഇവിടെ കുറവില്ല. നിന്നെ സംബന്ധിച്ച് ഇതാണ് വലിയ കാര്യം, എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഓ ഹല്ലേലൂയ. യെശയ്യാവേ, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ തൂക്കം കൊടുക്കുന്നത്, ഞാൻ വില കൊടുക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യെശയ്യാവിന് ദർശനം ലഭിച്ചത്. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവിടെ മന്ദിരത്തിൽ ആലയത്തിൽ പൂ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഏത് ഉസിയാവ് മാറിയാലും മാറാത്ത ഒരുവൻ, ഓ ഹല്ലേലൂയ, അവൻ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അവൻ്റെ ദയ നിങ്ങളെ വിട്ടുമാറുകയില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഏതെല്ലാം പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ആരെല്ലാം നിങ്ങളെ വിട്ടുകളഞ്ഞാലും മാറാത്ത ഒരു നല്ല സഖിയായി കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. ഇന്ന് രാത്രി അവനിൽ ധൈര്യപ്പെടുക. അവൻ മാത്രം മാറാത്തവൻ, അവൻ മാത്രം യാഥാർത്ഥ്യവാൻ. Praise you, Jesus. ഞാൻ പറയട്ടെ, അതിര് കവിഞ്ഞ് സ്നേഹിക്കുവാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ കർത്താവ് മാത്രം. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുന്നതിൽ യാതൊരു അതിരിനും കഴിവില്ല. ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കുറച്ച് നാൾ കരഞ്ഞു കഴിയുമ്പോൾ അവർ തന്നെ പറയും, എപ്പോഴും കരച്ചിലേ ഉള്ളൂ അതല്ലേ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൽ നീ കർത്താവിൻ്റെ പാദമെടുത്തെങ്കിൽ നിന്റെ ആയുഷ്കാലം മുഴുവൻ കരഞ്ഞാൽ, ഓ ഗോഡ്, അവൻ അടുത്ത് വന്ന് സാന്നിധ്യം പകർന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഉറപ്പ് തന്നു നിന്നെ മുൻപോട്ട് നടത്തുന്നവനായി ഈ കർത്താവിന് തുല്യനായി മറ്റാരുമില്ല. നമ്മുടെ കർത്താവിന് തുല്യനായി മറ്റാരുമില്ല. നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും സ്നേഹിപ്പാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ സ്നേഹത്തിനെല്ലാം പരിധിയുണ്ടെന്നാൽ പരിധിയില്ലാതെ സ്നേഹിക്കുന്നവനും പരിധിയില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനും നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മുടെ ദൈവം മാത്രമാണ്. ആകയാൽ ഈ നാളുകൾ ചിന്താഗതിക്ക് ഒരു മാറ്റം വരട്ടെ. ഏറ്റവും കൂടുതൽ സ്നേഹിപ്പാൻ കൊള്ളാവുന്നത് നമ്മുടെ കർത്താവ് മാത്രം, നമ്മുടെ കർത്താവ് മാത്രം, നമ്മുടെ കർത്താവ് മാത്രം. Glory my master. Thank you Lord. Oh hallelujah. Hallelujah. ദൈവാത്മാവിനെ പിടിച്ചു നിർത്തുകയാണ് ഇന്ന് രാത്രി. ചില വിഷയങ്ങളെ ഓർത്ത് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ? നീ കരയേണ്ടുന്ന ആവശ്യമില്ല. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഒരുവൻ നിനക്കായിട്ടുണ്ട്. നിന്റെ ഭാരങ്ങളെ അറിയുന്നവൻ, നിന്റെ വിഷയങ്ങളെ അറിയുന്നവൻ, നിന്റെ തകർച്ചകളെ അറിയുന്നവൻ, നിന്റെ കണ്ണുനീരിനെ കാണുന്നവൻ. അനേകരും കടന്നുപോയി നിന്നെ കണ്ടിട്ട്, എന്നാൽ ഇന്ന് രാത്രി മാറാത്ത നല്ല സഖിയായി നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരുവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നിനക്ക് വേണ്ടിയുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് തരികയാണ്.
ഗ്ലോറി 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 ഗ്ലോറി. ചില വിഷയത്തിന്റെ മുൻപിൽ നീ ഭാരപ്പെടുന്നുവോ? നാളെ കുറിച്ച് നീ ഭാരപ്പെടുന്നുവോ? ഇന്നത്തെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലുള്ളവൻ, ഏതെല്ലാം രാജാവ് പോയാലും മരിക്കാത്ത ഒരു രാജാവ്, എന്നേക്കും ജീവിക്കുന്ന ഒരു രാജാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച കർത്താവിന് ഒരു നന്ദി കരട്ടിക്കാട്ട് ഇന്ന് രാത്രി. അവനെ പരിചയപ്പെടാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് കർത്താവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതാണ്. ചില വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ആർക്കും കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്, വിഷയത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്നതിനും മനസ്സലിയുന്നതിനും അവൻ മാത്രമാണ്. അവനെ കാണുവാൻ കഴിഞ്ഞതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയുടെ മരണശേഷം ഹല്ലേലൂയ, യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷനായ യോശുവയോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ മോശ മരിച്ചു. ഹല്ലേലൂയ. എന്താ യോശുവയ്ക്ക് അറിയത്തില്ലേ ഇത്? ദൈവം എന്ന് യോശുവയോട് പറയേണ്ട ആവശ്യമുണ്ട്. ദൈവം തന്നെയാണ് മോശയെ അടക്കിയെന്നാണ് പറയുന്നത്. ഇനിയും അതിനകത്ത് ഡൗട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. എനിക്ക് ആവർത്തന പുസ്തകത്തിൽ തന്നെ 34:8 30 ദിവസം അവരെല്ലാവരും കൂടെ വിലപിച്ചതാണ് മോശയ്ക്ക് വേണ്ടി. യോശുവയും വിലപിച്ചതാണ് 30 ദിവസം. അവർക്കറിയാം മോശ മരിച്ചെന്ന്. പിന്നെന്തിനാ ദൈവം വന്ന് യോശുവയോടെ പറയുന്നത് എൻ്റെ ദാസനായ മോശ മരിച്ചുവെന്ന്? ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ചു. അത് യോശുവയ്ക്ക് ഒരു യോഗ്യതയുണ്ട്. കർത്താവ്, എനിക്കിതൊക്കെ അറിയാം, മോശ മരിച്ചെന്നറിയാം, ഞങ്ങൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. യു നോ ഇറ്റ് വെരി വെൽ, ഞങ്ങൾക്കറിയാം. പക്ഷെ ദൈവം അത് എംഫസൈസ് ചെയ്ത് പറയുന്നതിൻ്റെ പുറകിൽ എന്തെങ്കിലും വിഷയമുണ്ടായിരിക്കും. താങ്ക് യു ലോർഡ്. ദൈവം ഒരു കാര്യം പ്രത്യേകമായ രീതിയിൽ അരുളി ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിനെന്തോ കൺവേ ചെയ്യാനുണ്ട്, ദൈവത്തിനെന്തോ ഇടപെടുവാനുണ്ട്. ഓ ഹല്ലേലൂയ. മോശ മരിക്കുന്നതിന് മുൻപ് യോശുവയെ വിളിച്ച് ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഏർപ്പെടുത്തിയതാ. മോശ തന്നെ പറഞ്ഞതാ ഞാൻ മരിക്കുമെന്ന്. അവർ 30 ദിവസം വിലപിക്കുകയും ചെയ്ത. ദൈവം നേരിട്ട് വന്ന് പറയുകയാണ്, എൻ്റെ ദാസനായ മോശ മരിച്ചു എന്ന് പറഞ്ഞാൽ one chapter is closed, another chapter is opened. ഒരു പുതിയ അധ്യായം ഞാൻ തുറക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചില പുതിയ അധ്യായങ്ങൾ. ഹല്ലേലൂയ. A new chapter is being opened. നിങ്ങൾ എത്ര നാൾ വെയിറ്റ് ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുകയാണ്, ഒരു പുതിയ ചാപ്റ്റർ ദൈവം തുറക്കുന്ന നാളുകളായിരിക്കും. ഓ ഹല്ലേലൂയ. നീ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, നീ അപമാനിക്കപ്പെട്ട സ്ഥാനത്ത്, നീ കരഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചില അധ്യായങ്ങളെ തുറക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവം ചിലത് ചെയ്യുന്നത് തൽസമയത്തായിരിക്കും. എന്നാൽ ദൈവം ചെയ്യുമ്പോൾ നമ്മുടെ ലജ്ജ മറക്കത്തക്കവണ്ണം, നമ്മുടെ നിന്ന മറക്കത്തക്കവണ്ണം, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ദുഃഖം മറക്കത്തക്കവണ്ണം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. ഓ ഹല്ലേലൂയ. ഏറ്റവും ഡിഫിക്കൽട്ട് ടൈം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈമാണ്. അറിയാം അല്ലേ? കാത്തിരിക്കുന്ന സമയം. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടും ആ വാഗ്ദത്തത്തിന് നിവർത്തി വരാതെ അതിന് നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഏറ്റവും ഇംപേഷ്യൻ്റ് ആകുന്ന ചില മലയാളം പദം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. ഏറ്റവും ക്ഷമ നമുക്ക് നഷ്ടപ്പെടുന്നത് കാത്തിരിക്കുന്ന ഈ സമയങ്ങളിലായിരിക്കും. നമ്മൾ കരഞ്ഞിട്ടും മറുപടിയില്ല, പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, പ്രതീക്ഷയോടെ വന്നിട്ടും മറുപടിയില്ല. എന്താ? ദൈവത്തിന് നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ കഴിയാഞ്ഞിട്ടാണോ? ദൈവത്തിന് പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടാണോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവം മിണ്ടാതിരിക്കുമ്പോൾ, ദൈവം സംസാരിക്കാതിരിക്കുമ്പോൾ എന്തോ ദൈവം നാം അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ ദൈവത്തിൽ ഉറച്ചുകൊള്ളണം. ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവമാണ്. മേശ എങ്ങനെ ഉണ്ടാക്കുന്ന നമ്മെ കാണിക്കത്തില്ല, എപ്പോഴാണ് ഉണ്ടാക്കുന്നത് നമ്മെ കാണിക്കത്തില്ല.
മേശയിൽ എന്തൊക്കെ കാര്യം വെച്ചിട്ടുണ്ടെന്ന് നമ്മെ കാണിക്കത്തില്ല. എന്നാൽ മേശ വെളിപ്പെടുന്ന സമയത്ത് നമ്മൾ കാണും നിശ്ചയം. ഇന്ന് രാത്രി നാളുകളായി നീ ചില വിഷയത്തിന് വേണ്ടി, ഒരു പ്രത്യേക അഭിഷേകത്തിനായി നീ കാത്തിരുന്നുവെങ്കിൽ, നീ അറിയാത്ത സമയത്ത്, നീ കരഞ്ഞ സമയത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് വിളിച്ചു പറയുകയാണ്. അവൻ ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവമാണ്. നീ നിന്ദിക്കപ്പെട്ടപ്പോൾ, നീ തുച്ഛീകരിക്കപ്പെട്ടപ്പോൾ, നിന്റെ പ്രാർത്ഥന വൃഥാവെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ഉപവാസം വൃഥാവെന്ന് പറഞ്ഞപ്പോൾ, നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി ഒരു മേശ അവൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തത്സമയത്ത് അത് വെളിപ്പെടുത്തുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. Glory my master. Oh hallelujah. അവൻ മേശ ഒരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സീറ്റിൽ ദൈവം മറ്റാരെ ഇരുത്തത്തില്ല. ദൈവം എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. ആരിയ്ക്കാൻ ശ്രമിച്ചാലും ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ ഇരിക്കേണ്ടുന്ന കസേരയിൽ നിന്റെ പേര് ദൈവം എഴുതിയിട്ടുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അതിൽ മറ്റൊരുത്തൻ ഇരിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവമെന്ന് ഇന്ന് രാത്രി വ്യക്തമായി തിരിച്ചറിയുക. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ പരിപാടിയൊന്നുമില്ല, അത് മനുഷ്യർക്കാ ഉള്ളത്. ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ പരിപാടിയില്ല. ദൈവത്തിന് അത് ചെയ്യണമെന്ന് ആവശ്യമില്ല. നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കിയെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു നന്മ വെച്ചെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹം വെച്ചെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു ജോലി വെച്ചെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു ശുശ്രൂഷ വെച്ചെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു അഭിഷേകം വെച്ചെങ്കിൽ, അത് ദൈവം നിന്റെ പേരെഴുതിയിട്ടായിരിക്കും അത് വെച്ചിരിക്കുന്നത്. മറ്റൊരുത്തൻ കവർന്നുകൊണ്ടു പോകുവാൻ അനുവദിക്കുന്നവനല്ല എൻ്റെ ദൈവം. Glory my master. ആരും കവർന്നുകൊണ്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ഹല്ലേലൂയ. താമസിക്കും തോറും ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, മേശയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു വിഷയത്തിൽ താമസിപ്പിച്ചോ, അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. അതോർത്ത് നീ ദൈവത്തിന് നന്ദി കരയറ്റുക. Thank you Jesus. The longer it takes to prepare a table, ഒരു ടേബിൾ ഉണ്ടാക്കാൻ എത്രയും കൂടുതൽ സമയം എടുക്കുന്നു, അത്രയും വലിപ്പം ആ ടേബിളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചില വിഷയത്തിന് മറുപടി തന്നില്ലെങ്കിൽ നീ സ്തോത്രം പറ, നീ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ്, എനിക്ക് നിന്നെ പരിചയമുണ്ട്, എനിക്കൊരു കാര്യം അറിയാം, നീ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. യേശുവിൻ നാമത്തിൽ സഭ വളരണമെന്ന് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ അതായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നീ ഭാരപ്പെടേണ്ട. അവനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അവന്റെ കരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതിന്റെ വലിപ്പം നിശ്ചയിക്കുവാൻ മറ്റാർക്കും കഴിയില്ല. യേശുവിൻ നാമത്തിൽ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഓ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഞാൻ ഓർക്കുന്നുണ്ട്, ആഫ്രിക്കയെക്കുറിച്ച് ദൈവം എനിക്കൊരു ദർശനം തന്നു. ദർശനം എന്ന് ഞാൻ രാത്രി കടന്നുറങ്ങുമ്പോൾ മിക്കവാറും ഞാൻ കാണും, ഞാൻ ആഫ്രിക്കയുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 1999 ഓൾമോസ്റ്റ്. ഞാൻ ആഫ്രിക്ക പോയിട്ടില്ല, ആഫ്രിക്കയായിട്ട് യാതൊരു പരിചയമില്ല, യാതൊരു കണക്ഷനുമില്ല. പക്ഷേ എവരി നൈറ്റ് ഐ സ്ലീപ്പ്, ഞാൻ സ്വപ്നം കാണും. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ആഫ്രിക്കയെക്കുറിച്ച് എന്തെങ്കിലും പ്രോഗ്രാം ഞാൻ ടി വിയിൽ കാണുമ്പോൾ തന്നെ ഞാൻ സ്വിച്ച് ഓഫ്, എനിക്ക് കാണാൻ കഴിയില്ല. കാരണം അവരുടെ കഷ്ടത കാണുമ്പോൾ അറിയാതെ ഞാൻ നിലവിളിച്ച് കരഞ്ഞു. സോ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരും. പിന്നെ ദൈവാത്മാവിനോട് ഇടപെടുവാൻ തുടങ്ങി. ഞാൻ നിന്നെ ആഫ്രിക്കയിലേക്ക് വന്നു. ചിന്തിക്കണമേ, വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അന്ന് തന്നെ പോകണം. സ്വപ്നം തരുന്നു, ബേർഡൻ തരുന്നു, ദൈവം ഇടപെടുന്നു. ഒരേ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലുള്ള 2 പേരിൽ കൂടെ ദൈവാത്മാവ് സംസാരിച്ചു. ആഫ്രിക്കയുടെ മധ്യത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്നവർ കാണുന്നുവെന്ന്. സോ ഇറ്റ്സ് എ കൺഫർമേഷൻ ആഫ്റ്റർ കൺഫർമേഷൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് വാതിൽ തുറക്കപ്പെടുന്നില്ല. ഞാൻ എവിടെ പോകേണ്ടത്, എനിക്കാരെയും പരിചയമില്ല, നോ കണക്ഷൻ. ഹല്ലേലൂയ. അങ്ങനെയെല്ലാം ഇരുന്ന സമയത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ബ്രദർ ഇങ്ങനെ ആഫ്രിക്കൻ മിനിസ്ട്രിക്ക്, നല്ല മിനിസ്ട്രിക്ക് വേണ്ടി പോകുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേയും കൊണ്ട് എനിക്ക് ആഫ്രിക്കയിൽ പോകണം, ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ഇന്ന കാര്യങ്ങളാണെല്ലാം പറഞ്ഞു. അന്നേരം പാസ്റ്റർ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം. എടുത്തിയാടി പറഞ്ഞില്ല, പ്രാർത്ഥിച്ചിട്ട് പറയാം. പക്ഷേ സംഹാവ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നില്ല. ഐ ഫെൽറ്റ് ഒരു ആഫ്രിക്കയെക്കുറിച്ച് ദർശനമുണ്ട്, പ്രവചനമുണ്ട്, ദൂതുണ്ട്, ബേർഡനുണ്ട്, എങ്ങനെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുക്കപ്പെട്ട ഒരവസരം മുൻപിൽ വന്നിരിക്കുന്നു. പക്ഷെ അതിനകത്ത് എനിക്കൊരു സന്തോഷം ഹൃദയത്തിൽ തോന്നില്ല. എന്നോട് പറ്റി ആഴ്ച ചോദിച്ചു, പാസ്റ്റർ എല്ലാം തയ്യാറാക്കിയോ? ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ, ഞാൻ കൊണ്ട് ആഫ്രിക്കയിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല.
ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വരുമെന്ന് വലിയ താല്പര്യത്തോടെ. ഞാൻ പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടോ സംഭവം 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ പിശാ പറഞ്ഞടാ, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മേശ, നീ അതിനെ തട്ടിയെടുത്ത് കളഞ്ഞു. നിന്നെ പോലെ പോഷനാണ്. എനിക്കതിൻ്റെ ചിന്ത, ഞാനൊരു പോഷനായിപ്പോയി. സത്യം പറഞ്ഞ ഒരു ഒരുക്കപ്പെട്ട അവസരം അല്ലേ, വർഷങ്ങളായി പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു അവസരം കിട്ടിയത് പാഴാക്കി കളഞ്ഞെന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു. ചുരുക്കത്തിൽ പറയട്ടെ, 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചില്ല, പുറത്തുള്ള ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുന്ന് ഒരു ബിഷപ്പ് വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു, അയച്ചനും സംസാരിക്കണം ആ ബിഷപ്പിനോട്, നമ്പർ തന്നു. ഞാൻ ആ ബിഷപ്പിനെ വിളിച്ചാൽ ആദ്യം അദ്ദേഹം എന്നോട് ചോദിച്ചത്, ബ്രദർ ക്യാൻ ഐ കം ആൻഡ് സ്റ്റേ വിത്ത് യു ഫോർ 1 നൈറ്റ്, ഒരു രാത്രി ഞാൻ വന്ന് കൂടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെൽക്കം ടു കം. ഞാൻ ഒരു സ്മോൾ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ. അദ്ദേഹം വന്ന് താമസിച്ചിട്ട് അദ്ദേഹം ടാൻസാനിയയിലെ ഓൾ കൺട്രിയുടെ അസംബ്ലീസ് കൊണ്ട് അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്. അദ്ദേഹം ഒരു ബിഷപ്പ്. അദ്ദേഹത്തിന് ഹൺഡ്രഡ്സ് ഓഫ് പാസ്റ്റേഴ്സ് ആൻഡ് ചർച്ചസ് ഉണ്ട്. പിറ്റേന്ന് രാവിലെ അദ്ദേഹം എഴുന്നേറ്റിട്ട് നേരെ എൻ്റെ അടുത്തോട്ട് ലിവിംഗ് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഒരു ക്രൂസൈഡിനും പാസ്റ്റേഴ്സ് കോൺഫറൻസിനും പാസ്റ്ററെ വിളിക്കണമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, ക്യാൻ യു പ്ലീസ് കം. അത് പറഞ്ഞപ്പോൾ അറിയാത്തൊരു സന്തോഷവും ആനന്ദവും എൻ്റെ ഹൃദയത്തിൽ തോന്നി. എന്ന് എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ സമയമാണെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഐ വിൽ കം. അങ്ങനെയാണ് ആഫ്രിക്കയിലേക്ക് വേണ്ടി അവസരം തുറക്കപ്പെട്ടത്. കൃപയാൽ അനേക ആഫ്രിക്കൻ രാജ്യങ്ങൾ അത് കഴിഞ്ഞ് പോകുവാൻ ദൈവം ഇടയാക്കി. ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന് സമയം തെറ്റത്തില്ല. കാത്തിരിക്കുന്ന സമയത്ത് അവൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്നാൽ അവൻ ഒരുക്കുന്ന മേശയുടെ വലിപ്പം, മനുഷ്യരുണ്ടാക്കുന്ന മേശയുടെ വലിപ്പം അവരാ നിശ്ചയിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമുണ്ടാക്കുന്ന മേശയുടെ വലിപ്പം നിശ്ചയിക്കുന്നത് ലോകത്തിലെ ആരുമല്ല. മനുഷ്യരൊരു മേശ ഉണ്ടാക്കിയാൽ അവരവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ഉണ്ടാക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് നിനക്ക് വേണ്ടി ഒരു മേശ ഉണ്ടാക്കിയാൽ അവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണമായി. ഗ്ലോറി മൈ മാസ്റ്റർ. ഞാൻ ഇങ്ങനെ പറയും, ഒരു വ്യക്തി എന്നെ എടുത്തുയർത്തുവാൻ നോക്കിയാൽ അവരുടെ കരം ഉയർത്തുവാൻ കഴിയുന്നത്രയും എന്നെ സ്നേഹിച്ചാൽ ഒരുപക്ഷെ ഉയർത്തിയെന്നിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ ഉയർത്തുവാൻ നോക്കി. ഞാൻ ഇത്രയും പറഞ്ഞ മറ്റൊന്നിനുമല്ല, ഒരു ദൂത് ഇവിടെ ഇന്ന് രാത്രി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് വേണ്ടി ദൈവം ചില മേശ ഒരുക്കുന്നുണ്ട്, അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെടുന്ന നാളുകളായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോയിട്ടില്ല. ദൈവം ആ ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. തത്സമയത്ത് എൻ്റെ ദൈവം അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. അതാർക്കും മാറ്റുവാൻ കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ നിശ്ചയിച്ചാൽ അയൽവക്കത്തുകാരോട് വന്ന് പെർമിഷൻ ചോദിച്ചിട്ടല്ല എന്നെ അനുഗ്രഹിക്കുന്നത്. ആരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിസിലല്ല, നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി ചെയ്യണമെന്നത് ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ ചെയ്യുന്നവനുമാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരികയില്ല. ഇവിടെ യോശുവയോട് പറയുകയാണ്, എൻ്റെ ദാസനായ മോശ മരിച്ചു. എ ന്യൂ സീസൺ ഹാസ് സ്റ്റാർട്ടഡ്. യോശുവയെ ഒരു ഷിഫ്റ്റ്, ആ പദം എന്താ മലയാളത്തിൽ പറയുന്നത്, ഒരു വ്യത്യാസം വരാൻ പോകുകയാ, ചില ചേഞ്ചസ് വരാൻ പോകുകയാ. എൻ്റെ ദാസനായ മോശ മരിച്ചു, ഇതാ വാഗ്ദത്തത്തിൻ്റെ അടുത്തുവരെ ജനത്തെ കൊണ്ടുവന്നു. എന്നാൽ യോശുവയെ ഈ സീസൺ ഒരു മാറ്റം വരുത്താൻ പോകുകയാ. നീ വാഗ്ദത്തത്തിന്റെ അടുത്തുവരെയല്ല വരാൻ പോകുന്നത്, നീ വാഗ്ദത്തത്തിലേക്ക് ചുവട് വെക്കാൻ പോകുകയാ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഒരുപക്ഷെ നീ വാഗ്ദത്തത്തിന്റെ അടുത്തുവരെ വന്നു കാണും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നിന്നിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നീ വാഗ്ദത്തത്തിന്റെ അടുത്തുവരെയല്ല വരാൻ പോകുന്നത്, നീ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്ന രാത്രിയായിരിക്കും ഇത്. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഈ നാളുകളിൽ ഒന്ന് നമ്മൾ നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കും. എന്താണ് നമ്മുടെ വാഗ്ദത്തം? നമ്മുടെ വാഗ്ദത്തം ഈ ദേശമല്ല, ഇവിടെയല്ല. നമുക്കൊരു ദേശമുണ്ട്, നമുക്കൊരു പട്ടണമുണ്ട്, നമുക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കപ്പെടുന്നുണ്ട്. നാം അതിലേക്ക് പ്രവേശിക്കും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ തലമുറയായിരിക്കും ഒരു പക്ഷേ അത് കാണാൻ സൗഭാഗ്യമുള്ളവർ. ഏത് ദിവസമെന്ന് എനിക്കറിയയില്ല, പക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ തലമുറയ്ക്കായിരിക്കും ഒരുപക്ഷെ ദൈവം ആ സൗഭാഗ്യം തന്നിരിക്കുന്നത്. ആ വാഗ്ദത്തത്തിലേക്ക് ചുവടുവെക്കുവാൻ എൻ്റെ ദൈവം ഒരു സൗഭാഗ്യം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. നമ്മൾ വാഗ്ദത്തത്തിന്റെ അടുത്തുവരെ വരുന്നവരല്ല, വാഗ്ദത്തത്തിലേക്ക് ചുവടുവെക്കുന്നവരാണ്. ഓ ഹല്ലേലൂയ. നാം അതിനോട് സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്, നാം അതിനോട് അടുത്ത് വന്നിരിക്കുകയാണ്.
മറ്റുള്ളവരുടെ ദർശനമല്ല നമ്മുടെ ദർശനം. മറ്റുള്ള ദർശനം എങ്ങനെങ്കിലും കർത്താവിന് വേണ്ടി ജീവിച്ച് ഇവിടെ തീരണമെന്നാണെങ്കിൽ നമ്മുടെ ദർശനം കർത്താവിന് വേണ്ടി ജീവിച്ച് അവൻ്റെ അടുത്തെത്തുന്നതിന് വേണ്ടിയുള്ളൊരു തുടിപ്പാണ് നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. You only have one life. ദൈവം നമ്മെ വീണ്ടെടുത്തതിന്, രക്ഷിച്ചതിന്, ദൈവമക്കളാക്കി തീർത്തതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ദൈവമക്കളത് മറക്കരുത്. നമുക്കൊരു കുടുംബം തന്നിട്ടുണ്ട്. ആ കുടുംബത്തെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവജനത്തിൻ്റെ വ്യവസ്ഥയാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അവരെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമുക്ക് ദൈവം ജോലി തന്നിട്ടുണ്ട്. ജോലി ചെയ്യാനുള്ള ആരോഗ്യം തരുന്നുണ്ട്. എല്ലാറ്റിനായും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ ഖത്തർ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. ഇതിനേക്കാൾ വളരെ ഫെർട്ടൈലും പ്രയോജനമുള്ള അമേരിക്കയിലാണ് ഞാൻ. 22 വർഷമായി ഞാനവിടെ. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ജോലി തന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടം വിട്ടു പോകുമ്പോൾ ഇതൊന്നും തന്നെ നമ്മുടെ കൂടെ വരികയില്ല. അതെപ്പോഴും ഒരു ചിന്ത നമ്മൾ ഭരിക്കണം. ഈ ലോകത്തിലുള്ളതൊന്നും പോലും നമ്മുടെ കൂടെ വരികയില്ല. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയിരിക്കണം. അല്ലെങ്കിൽ ഈ ജീവിതം പാഴായിപ്പോയെന്ന് പറയുവാൻ ഇടവരും. പ്രൈസ് യു ജീസസ്. പണ്ടൊരു ദൈവദാസനെ പറഞ്ഞ ചില പദങ്ങൾ എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ളത് ബാങ്കുകളിലല്ല. ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ളത് ആരുടെയും ഭവനങ്ങളിലല്ല. ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ളത് ആരെങ്കിലും കൊണ്ട് സംഭരിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തേക്കല്ല, അത് ശ്മശാന ഭൂമിയിലാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ ശ്മശാന ഭൂമി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ശവക്കല്ലറ. ഇതുവരെ പ്രസംഗിക്കാത്ത അനേക പ്രസംഗങ്ങൾ അവിടെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ പാടാത്ത അനേക പാട്ടുകൾ അവിടെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട്. ഉപയോഗപ്പെടാത്ത അനേക താലന്തുകൾ അവിടെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടാത്ത അനേക വിഷയങ്ങൾ അവിടെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞ പദങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിനോടുത്ത താലന്തുകൾ, അദ്ദേഹത്തിനോടുത്ത കഴിവുകൾ, അദ്ദേഹത്തിനോടുത്ത അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്ന് നിന്ന് പറയുകയാണ്, നീ ഇവിടം വിട്ടു പോകുകയാണ്, ഞാൻ നിന്റെ കൂടെ കൂടി, നീ എന്നെ പ്രയോജനപ്പെടുത്തിയില്ല, ഞാൻ വേറെ വ്യക്തിയുടെ കൂടെ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങനെ പറയുവാൻ ദൈവവേദന ഇടവരരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതൊക്കെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി സന്തോഷത്തോടെ അവന്റെ സന്നിധിയിൽ പോകുവാൻ ഇടയായി തീരണം. അതാണ് ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാനന്ദമെന്ന് പറയുന്നത്. ഗ്ലോറി ബാസ്റ്റർ. ഞാനിങ്ങനെ പറയട്ടെ, മരണക്കിടക്കെ കിടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ദുഃഖിക്കാൻ ഇടവരരുത്. പൗലോസ് പറഞ്ഞ പോലെ പറയാൻ ഇടയായി തീരണം, ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു ധൈര്യത്തോടെ, ഉറപ്പോടെ, സന്തോഷത്തോടെ ദൈവം എന്നെ ഏൽപ്പിച്ചത് കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്തെന്നുള്ള ഒരു ഉറപ്പോടെ ഇവിടം വിട്ടു പോകുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സൗഭാഗ്യമായ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ കുറെ സമ്പത്ത് വെക്കുന്ന തെറ്റല്ല, വെച്ചിട്ട് പോകുന്നതല്ല വലിയ സൗഭാഗ്യം. കർത്താവ് ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്ത് പ്രയോജനപ്പെടുത്തിയിട്ട് കടന്നു പോകുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. ഗ്ലോറി മാസ്റ്റർ. ഹല്ലേലൂയ. A shift is happening. ചിന്താഗതിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക, കാഴ്ചപ്പാടിന് മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഞാൻ അനേകരോട് ഇടപെടാറുണ്ട്. ഞാൻ നോട്ടിൽ മലയാളിക്കാൻ പറ്റും, മറ്റുള്ള രാജ്യങ്ങളിൽ അനേകരോട് ഇടപെടുന്നുണ്ട്. ആൾക്കാരുടെ ചിന്താഗതികൾക്ക് കംപ്ലീറ്റ്ലി മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഒരു കൂട്ടർ ലോകമയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ കർത്താവിന് വേണ്ടി എന്തുമായി തീരത്തക്കവണ്ണം സമർപ്പണത്തോടെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിതെന്ന് പറയുന്നത്. ഗ്ലോറി, എ കംപ്ലീറ്റ് ചേഞ്ച്. കഴിഞ്ഞ നാളുകളിൽ കാണുവാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു ചേഞ്ചസ്, ചിന്തഗതിക്ക് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം പലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക, ശക്തന്മാരായി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഈവൻ ചിൽഡ്രൻ, ടീനേജേഴ്സ്. മറ്റൊന്നും വേണ്ട, കർത്താവ് മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി എങ്ങനെയെങ്കിലും കത്തി അണയുമെന്നുള്ള ചിന്തയോടെ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല, നമ്മുടെ ദൈവം ജയത്തിൻ്റെ ദൈവമാണ്. ഓ ഹല്ലേലൂയ.
യോശുവയെ, എൻ്റെ ദാസനായ മോശ മരിച്ചു, വിലപിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവ് കഴിഞ്ഞു. ഇനി നീ ഒന്ന് എഴുന്നേൽക്ക്. എനിക്ക് നിന്നെക്കുറിച്ച് ചില പദ്ധതിയുണ്ട്. എനിക്ക് നിന്നിൽ കൂടെ ചില പ്രവൃത്തിയെ വെളിപ്പെടുത്താനുണ്ട്. നിനക്ക് വേണ്ടി ചില അധ്യായങ്ങളെ ഞാൻ കുറിച്ചിട്ടുണ്ട്. നിന്റെ പേരിൽ ഞാൻ ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഏറ്റെടുക്കുവാൻ നീ തയ്യാറാകുമോ യോശുവയെ? ഞാൻ ചില വ്യത്യാസങ്ങൾ വരുത്തുന്ന ദൈവമാണ്. ജനത്തെ മുൻപോട്ട് നിനക്ക് കൊണ്ടുപോകുവാനുണ്ട്. ജനത്തെ മുൻപോട്ട് നിനക്ക് നടത്തുവാനുണ്ട്. ജനത്തിന്റെ ഭാരം നിന്റെ മേൽ ഞാൻ ഇടാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്. ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്നു നിങ്ങൾ അറിയാത്ത ചില ഭാരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചുമലിന്മേൽ ഈ നാളുകൾ വെക്കുന്ന നാളുകളായിരിക്കും. ഇതുവരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ തന്നെ മാറ്റിയിട്ട് രാത്രി യാമങ്ങളിൽ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിൽക്കുവാൻ പ്രത്യേകമായ ചില ഭാരം നിങ്ങളുടെ മേൽ ദൈവം ഇടുന്ന നാളുകളായിരിക്കും. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത ചില ഭാരം ദൈവം തന്നെ നിങ്ങളുടെ മേൽ വെക്കുന്ന നാളുകളായിരിക്കും. അത് ദോഷത്തിന് വേണ്ടിയല്ല, അവന്റെ നാമമഹത്വത്തിനായി, അവന്റെ നാമമഹത്വത്തിനായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നെ കാണിക്കുന്നു. പലതിനെ ഇവിടെ നോടിക്കുന്ന നാളുകളായിരിക്കും. അനേക സ്ഥലങ്ങളിലേക്ക്, അനേക പട്ടണങ്ങളിലേക്ക്, അനേക ദിക്കുകളിലേക്ക് നിങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞാലും നിങ്ങളെ പറിച്ചെടുത്ത് മുൻപോട്ട് നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇന്ന് രാത്രി എന്നെ കാണിക്കുന്നു. ഒന്ന് ആരാധിച്ച് സ്തുതിച്ച് യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ് ഇന്ന് രാത്രി വീശി തുടങ്ങുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവം ചിലതിനെ പൊക്കും ഇതിന്റെ മധ്യത്തിൽ നിന്ന്, ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന മധ്യത്തിൽ നിന്ന്. ദൈവത്തിന് ചില ഭാരം, അവന്റെ ഭാരത്തെ, അവന്റെ നുകത്തെ, അവന്റെ ബേർഡനെ ചിലതിന്റെ മേൽ ഇടുവാനുണ്ട് ഈ നാളുകളിൽ. Yes Lord, yes Lord, yes Lord, yes Lord. Thank you Jesus, thank you Jesus, thank you Jesus. ഞാൻ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരട്ടെ. യെശയ്യാവേ, ഞാൻ നിന്നെ ഈ ദർശനം കാണിക്കുന്നത്, ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്ന നിന്നെ കാണിക്കുന്നത്, ഇവിടുത്തെ പുക നിന്നെ കാണിക്കുന്നത്, നിന്റെ അതിരത്തെ ഞാൻ തൊടുന്നത് നിനക്ക് പോയി അവിടെ ഇരിക്കുവാനല്ല. ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കണ്ടു? Glory Master, Hallelujah. ഒരു പ്രത്യേക ബർഡൻ. എന്തുകൊണ്ട് എൻ്റെ ദൂത് മാറിക്കൊണ്ടിരിക്കുക വിഷയമില്ല. ഒരു പ്രത്യേക ബർഡൻ എൻ്റെ ദൈവത്തിന് ചിലതിനെ ഈ നാളിൽ ഏൽപ്പിക്കാനുണ്ട്. പ്രത്യേക ബർഡൻ, ഒരു പ്രത്യേക ബർഡൻ. Glory Master, Hallelujah. ഞാൻ സാന്റാ കാറ്ററിന എന്ന ബ്രസീൽ കഴിഞ്ഞ 3 മാസം അവിടെ വേറെ കൺവെൻഷൻ പോയപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നേരം ദൈവാത്മാവിന് ഒരു കാഴ്ച കാണിച്ചു. വലിയ ഒരു തീപ്പൊയ്ക, അതിനകത്ത് മില്യൺസ് ഓഫ് ആൾക്കാർ, ലക്ഷങ്ങൾ ലക്ഷങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് നിലവിളിക്കുന്നു, അയ്യം വിളിക്കുന്നു. പെട്ടെന്ന് ഞാൻ കാണുന്നത് അതിൽ നിന്ന് അവർ പുറത്തു വരുവാൻ നിലവിളിക്കുമ്പോൾ അതിൽ തന്നെ അവരെ തടഞ്ഞു വെക്കുന്ന ഒരു അന്ധകാരത്തിൽ പറക്കുന്ന ചില ശക്തികളെ ഞാൻ കാണിച്ചു. അതിനെ പുറത്തു വരുവാൻ അനുവദിക്കാതെ അതിൽ തന്നെ വെച്ചിരിക്കുന്ന ദൈവാത്മാവിനെ കാണിച്ചു. ദൈവം എന്നിട്ട് എന്നോട് ഇടപെട്ടു. ഈ തലമുറയ്ക്കൊരു വിടുതൽ ആവശ്യമാണ്, ഈ ജനത്തിനൊരു വിടുതൽ ആവശ്യമാണ്. പെട്ടെന്ന് യെശയ്യാപ്രവചനം 6-ാം അധ്യായം ദൈവം ഇടപെട്ടു. ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും? ഈ നാളുകൾ ദൈവത്തിന്റെ ബേർഡൻ ഏറ്റെടുക്കുവാൻ എത്ര ദൈവമക്കൾ ഇവിടെ തയ്യാറാണ്? ഈ കൺവെൻഷന്റെ പ്രത്യേക തീമായിരിക്കും ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു തലമുറ, ഒരു ജോഷുവ ജനറേഷൻ, ഒരു ജോഷുവ ജനറേഷൻ. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു തലമുറ. ലക്ഷങ്ങൾ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുമ്പോൾ മടക്കി തരിക എന്ന് വിളിച്ചു പറയുന്ന ഒരു തലമുറ, അവരെ അതിൽ ഉദ്ധരിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ഈ നാളുകൾ എഴുന്നേൽപ്പിക്കാറുണ്ട്. ഒരു ബേർഡൻ, ബേർഡൻ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ഒരു നല്ല വീടും കിട്ടി, മക്കളെയും കെട്ടിച്ച് കാര്യങ്ങളും കണ്ടെല്ലാം കടന്നു പോകാനല്ല. നോ പ്രോബ്ലം ഇൻ ഇറ്റ്. പക്ഷെ ദൈവം വേറെ ചിലതിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ബേർഡൻ വന്ന, ദൈവത്തിന്റെ ദർശനം ലഭിച്ച പൗലോസ് പറയുന്നില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. വേണ്ട എന്ന് പറഞ്ഞാൽ മടക്കി വെക്കുവാൻ കഴിയാത്ത ഒരു നിർബന്ധം എന്റെ മേൽ എടുക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന ചിലതിനെ ദൈവത്തിന് ഇവിടെ എഴുന്നേൽപ്പിക്കാനുണ്ട്. Glory Master, Glory Master. A shift is happening. ചിന്താഗതിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നു? നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വന്നാൽ മതി, നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വന്നാൽ മതി. ബാക്കി ദൈവം ചെയ്തോളൂ.
നമ്മുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടിയത്, അവൻ്റെ കഴിവ് നമുക്ക് തരാൻ ശക്തനാണ്. നമ്മുടെ ശക്തിയല്ല ദൈവത്തിന് വേണ്ടിയത്, അവൻ്റെ ശക്തി തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വന്നാൽ മതി. എ ന്യൂ റെവലേഷൻ, ഒരു പുതിയ വെളിപ്പാട്, പുതിയ കാഴ്ചപ്പാട്. ഓ ഹല്ലേലൂയ, പ്രൈസ്. എൻ്റെ ദാസനായ മോശ മരിച്ചു. താങ്ക് യു ലോർഡ്. അടുത്ത അവരോട് പറഞ്ഞ, ആകയാൽ നീയും ജനമൊക്കെയും പുറപ്പെട്ട് ഗോ ഫോർവേഡ്. താങ്ക് യു ലോർഡ്. എന്ന് വെച്ചാൽ മുൻപോട്ട് നിങ്ങൾ പുറപ്പെടുക. താങ്ക് യു ലോർഡ്. മുൻപോട്ടൊന്ന് പുറപ്പെടാൻ തയ്യാറാണ്. എത്ര പേര് തയ്യാറാണ് മുൻപോട്ടൊന്ന് പോകാൻ? തയ്യാറാണോ? ദൈവം നിങ്ങളെ അയച്ചോളും. നിങ്ങളത് തയ്യാറായാൽ മതി. സ്തോത്രം. നിങ്ങൾ തയ്യാറായാൽ മതി. ഗോ ഫോർവേഡ്. ഇന്ന് രാത്രി ആ ശബ്ദം ഞാൻ ഇവിടെ വെച്ചാണ് എഴുതിയത്. ഇന്ന് രാത്രി ഒരു ദൈവ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. മുൻപോട്ട് പോകുവാൻ കഴിവുള്ള ഒരുവൻ എന്നോട് പറയുന്നത്, മുൻപോട്ട് പോകുവാൻ. അവൻ നടത്തുവാൻ ശക്തൻ തന്നെ, അവൻ നടത്തുവാൻ ശക്തൻ തന്നെ. വീഴാതവണ്ണം നിന്നെ കാക്കുവാൻ അവൻ ശക്തൻ തന്നെ. നീ മുൻപോട്ട് പോകുവാൻ തയ്യാറെങ്കിൽ നിന്നെ നടത്തുവാൻ ദൈവ ശക്തൻ തന്നെ. മുൻപോട്ട് പോകുക. പുറകോട്ട് വലിക്കുന്ന അനേക ശക്തിയുടെ മുൻപിൽ, പുറകോട്ട് വലിക്കുന്ന അനേക വിഷയങ്ങളുടെ മുൻപിൽ, പുറകോട്ട് വലിച്ചു നിർത്തുവാൻ നോക്കുന്ന ചില ശക്തിയുടെ മുൻപിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങുകയാണ്. നീ മുൻപോട്ട് പോകുക സഹോദരൻ, നീ മുൻപോട്ട് പോകുക സഹോദരി, മുൻപോട്ട് പോകുക. ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. നീ തയ്യാറെങ്കിൽ ദൈവം വിശ്വസ്തനാ. My God is faithful. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഞാൻ അനുഭവത്തിൽ നിന്നോണ്ടാ പറയുന്നത്, ദൈവം വിശ്വസ്തനാണ്. നീ മുൻപോട്ട് പോകാൻ ഒരു ചുവട് വെച്ച് നോക്ക്. ദൈവം വിശ്വസ്തനാണ്. ദൈവം മതിയായവനാണ്. നിനക്ക് വേണ്ടി തുറക്കപ്പെടാത്ത വഴികളെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടി അടക്കപ്പെട്ട വാതിലുകളെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പട്ടണങ്ങളെ തുറക്കുവാൻ, രാജ്യങ്ങളെ അവകാശമാക്കുവാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് ചുവട് വെക്കുക. ദൈവം വിശ്വസ്തനാണ്. Oh, hallelujah. Yes, Lord. Why are you waiting? എന്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത്? ദൈവം സംസാരിച്ചില്ലേ? ദൈവം ഇടപെട്ടില്ലേ? ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? സഹോദര മുൻപോട്ട് പോകും, സഹോദരി മുൻപോട്ട് പോകും. നാളുകളായി ദൈവം ഇടപെടുന്നില്ലേ? ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക. നീ മുൻപോട്ടൊന്ന് ചുവട് വെച്ച് നോക്ക. അവൻ വിശ്വസ്തനെന്ന് നീ പരിചയപ്പെടാൻ പോകുക. നീ ഒന്ന് ചുവട് വെച്ച് നോക്ക. Glory Master. Oh hallelujah. നീ ഒന്ന് ചുവട് വെച്ച് നോക്ക. അവൻ വിശ്വസ്തനെന്ന് നിന്റെ അനുഭവത്തിൽ കൂടെ നീ വിളിച്ചു പറയൂ. Glory Master. പരാജയം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം മുൻപോട്ട് ഇടപെട്ടിട്ടും വിഷയങ്ങളെ കണ്ടൊതുങ്ങിയിരുന്നാൽ സമയം മുൻപോട്ട് പോകും, നമ്മൾ ഒതുങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ ശബ്ദം കേട്ട് ആര് ചുവട് വെച്ചിട്ടുണ്ടോ അവരനുഭവത്തിൽ നിന്നോട്ട് പറയും, അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഗ്ലോറി മാസ്റ്റർ. മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപോട്ട് പോകുമ്പോൾ പുറകോട്ട് വലിക്കാൻ അനേകർ കാണും. എന്നാൽ വിളിച്ചവൻ്റെ ശബ്ദമാണ് കേട്ടെങ്കിൽ, അവൻ്റെ മുഖം തന്നെ നോക്കുമെങ്കിൽ നീ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യേശുവിൻ നാമത്തിൽ. ഓ ഗോഡ്. ഗ്ലോറി മാസ്റ്റർ. ഈ പദം ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം. അത് ഞാൻ ഇവിടുത്തെ ഉദ്ദേശമല്ല പറഞ്ഞത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ചിന്ത വരുന്നത്? ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ വളർന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പഠിച്ചതും ജോലി ചെയ്ത്. അവിടെ നിന്ന് ഞാൻ അമേരിക്ക പോയത്. അവിടെ അവർ ഹിന്ദിക്കാർ പറയുന്ന ഒരു ശബ്ദമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാനൊരു വിഷയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ട് വന്നപ്പോൾ ഒത്തിരി പേർ നമ്മളെ പുറകോട്ട് വലിക്കാൻ തയ്യാറായി. പുറകോട്ട് വലിക്കുന്ന ഇത് ശരിയാകത്തില്ല, അതിന് പ്രശ്നം വരും, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് നിൽക്കും, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ആൻഡ് ഐ വാസ് വെരി യങ്. ഞാൻ 21 വയസ്സല്ലേ എനിക്ക്, സോളി 21 years old. അന്നേരം ഒരു സ്നേഹിതൻ എന്നോടൊരു കാര്യം പറഞ്ഞു. വൈ ഹാത്തി നികൽത്തെ രഹത്തെ കുത്ത ബോക്തെ രഹത്തെ. എന്നെ പറഞ്ഞു പഠിപ്പിച്ചൊരു പദമാണ് അത് നമ്മളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പദം ഉപയോഗിച്ച് ക്ഷമിക്കണം. ആന മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സ്ട്രീറ്റിലെ നായ്ക്കൾക്കൊരു സ്വഭാവമുണ്ട്, കുരയ്ക്കുക എന്നുള്ളത്. ഇത് കുരച്ചോണ്ടുമിരിക്കും. എന്നാൽ ഇത് കുരയ്ക്കുന്നത് കേട്ടോണ്ട് ആന നിൽക്കുകയാണെങ്കിൽ നഷ്ടമാർക്കാ? ആനയ്ക്ക. അതുകൊണ്ട് ആന ഇത് നോക്കാറേ ഇല്ല. ആന മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കും. കുരയ്ക്കേണ്ടിയോ കുരച്ചോണ്ടുമിരിക്കും.
ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ നീ മുൻപോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ, നീ ചില ശബ്ദങ്ങളെ കെട്ടി ഒതുങ്ങാൻ പോകുന്നില്ല. ഒതുക്കുന്നവരുടെ ശബ്ദമല്ല നീ കേൾക്കേണ്ടത്, അന്ധകാരത്തിന്റെ ശബ്ദമല്ല നീ കേൾക്കേണ്ടത്, നിന്നെ പുറകോട്ട് വലിക്കുന്ന പിശാചിന്റെ ശബ്ദമല്ല ഇന്ന് രാത്രി നീ കേൾക്കേണ്ടത്. നിന്നെ മുൻപോട്ട് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നീ ചുവട് വെച്ച് മുൻപോട്ട് പോ. നിന്നെ നടത്തുവാൻ കഴിവുള്ളവനാണ് ഇന്ന് രാത്രി നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. Glory Master, that truly strengthened me. പല വിഷയത്തിൻ്റെ മുൻപിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ചില ക്രൂസൈഡൊക്കെ ഞങ്ങൾ ചർച്ചയായിട്ടൊക്കെ ഒരെണ്ണൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് പലരും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നോ, അതിൻ്റെ ആവശ്യമില്ല. ആഫ്രിക്ക വരെ പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഒത്തിരി ചിലവുണ്ട്, കാര്യങ്ങളുണ്ട്. അവിടെ ക്രൂസൈഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, എന്ത് പ്രയോജനം പറയുന്നവരെല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയും, ഞാനൊരു ചുവട് വെച്ചാൽ അത് മുൻപോട്ട്. ഒരു ഭടൻ ചുവട് വെക്കുന്നത് പുറകോട്ടല്ല. നീ ഒരു ക്രിസ്തുവിൻ്റെ ഭടനാണോ, നീ ഒരു ദൈവ പൈതലാണോ, നീ ചുവട് വെക്കുന്നത് മുൻപോട്ടായിരിക്കണം. ഓ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വീണാലും നീ മുൻപോട്ടേ വീഴാവും. അതിലൊരു മാന്യതയുണ്ട്, അതിലൊരു മാന്യതയുണ്ട്, അതിലൊരു മാന്യതയുണ്ട്, അതിലൊരു മാന്യതയുണ്ട്. നീ ചുവട് വെക്കുന്നത് മുൻപോട്ട് തന്നെ ആയിരിക്കണം. ഗ്ലോറി മാസ്റ്റർ. ഈ ക്രൂസൈഡൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാ ആ പറഞ്ഞവരല്ല, അയ്യോ ഞങ്ങൾക്കും കൂടെ പോകാൻ പറ്റിയില്ലല്ലോ, അടുത്ത പ്രാവശ്യമെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്ത പ്രാവശ്യം നിങ്ങളെ കൊണ്ടുപോകണോ വേണ്ടത് ഞാനാ തീരുമാനിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ടുപോയാൽ നടക്കേണ്ടതൊന്നും നടക്കത്തില്ല. കാരണം മുൻപോട്ട് ചുവട് വെക്കുന്നവരെ കൊണ്ട് ദൈവത്തിന് വല്ലതും ചെയ്യാനുള്ളത്. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ചിരിക്കുന്നവർ ചിരിച്ചുകൊണ്ടിരിക്കട്ടെ, നിന്നെ അപമാനിക്കുന്നവർ അപമാനിച്ചുകൊണ്ടിരിക്കട്ടെ, നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ദൈവ പൈതലെ, നിന്നിൽ ദൈവം അഭിഷേകം പകർന്നിരിക്കുന്നത് നീ മുൻപോട്ട് ചുവട് വെക്കുവാനാണ്. കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഞാൻ പറയാം. 12 ശിഷ്യന്മാർ പടകിലിരിക്കുക, ഭയങ്കര ഓളങ്ങളും തിരമാലകളും എല്ലാവരും മരിക്കാൻ പോകുക. അന്നേരം യേശു അങ്ങോട്ട് നടന്നു വരുന്നില്ലേ. അതിനകത്ത് ഒരുവൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, എന്താണെന്നറിയാമോ, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാനും കൂടെ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങട്ടെ എന്നില്ലേ. പത്രോസ് ഇറങ്ങി. കുറെ കഴിഞ്ഞ് നമുക്കറിയാം, അവൻ പെട്ടെന്ന് ഓളവും തിരമാലയൊക്കെ കണ്ട് പേടിച്ചു, അവൻ മുങ്ങാൻ പോയി. അന്നേരം കർത്താവ് കരം പിടിച്ചവനെ വീണ്ടും നിർത്തി. ചിലരുടെ കാഴ്ചപ്പാട് പത്രോസ് മുങ്ങിയത് കണ്ടോന്ന. എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, എടാ 12 ഒരുത്തരല്ല നടന്നുള്ളൂ. സെയിം സിറ്റുവേഷൻ, ഒരേ കാര്യം, കാണുന്നതിന്റെ വ്യത്യാസം, കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഞാൻ പറയുന്നില്ലേ. ഓ ഹല്ലേലൂയ. ഒരാളെ തകർച്ചയെ നോക്കിയിരിക്കുന്നവർ തകർച്ചയെ കൊട്ടിഘോഷിക്കുമ്പോൾ, ഒരു ദൈവവൈതൽ പ്രയോജനപ്പെടുമ്പോൾ ദൈവരാജ്യം പണിയപ്പെടുന്നു ആനന്ദിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിനാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഗ്ലോറി മാസ്റ്റർ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ മുൻപോട്ട് പോകുന്നവർക്ക് പ്രത്യേകം കഴിവുള്ളതുകൊണ്ടൊന്നുമല്ല, അവർക്ക് പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, അവർക്ക് മറ്റുള്ളവരെക്കാൾ കഴിവുള്ളത് കൊണ്ടല്ല. ജനറലി മുൻപോട്ട് പോകുന്നവർ മറ്റുള്ളവരെക്കാൾ പ്രാപ്തി കുറഞ്ഞവരാ. പക്ഷെ അവർക്ക് ദൈവത്തിലൊരു ആശ്രയമുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ആശ്രയിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൽ. അതുകൊണ്ട് അവർ മുൻപോട്ട് പോകുകയല്ല, ദൈവം അവരെ മുൻപോട്ട് നയിക്കുക. ഹല്ലേലൂയ. മുൻപോട്ട് പോകുക, ഗോ ഫോർവേഡ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, മുൻപോട്ട് പോകാൻ പറ. മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. ഇതൊരു പുതിയ ദർശനമാണ്, മുൻപോട്ട് പോകുകയാണ്. താങ്ക് യു ജീസസ്. മുൻപോട്ട് പോകാൻ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വന്നാൽ ദൈവം നിങ്ങളെ നടത്താൻ പോകുകയാണ്. പ്രൈസ് യു ജീസസ്. ഗോ ഫോർവേഡ്. ഗോ. പ്രാർത്ഥന ജീവിതത്തിൽ കുറച്ചും കൂടെ മുൻപോട്ടൊന്ന് പോയി നോക്കേ. നമ്മുടെ ആരാധന കുറച്ചും കൂടെ മുൻപോട്ടൊന്ന് പോയി. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കുറച്ചും കൂടെ മുൻപോട്ടൊന്ന് പോയി. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ കുറച്ചും കൂടെ മുൻപോട്ടൊന്ന് പോയി നോക്കിക്കേ. നമ്മൾ അറിയാത്തൊരാനന്ദം, അറിയാത്തൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം വേണം. ഗോ ഫോർവേഡ്, ഗോ ഫോർവേഡ്. എൻ്റെ അടുത്ത് അനേകർ വന്ന് പല കാര്യങ്ങൾ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, ബി ആൻ എൻകറേജർ. എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്ന ഒരാൾക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പോകുന്ന ഒരാളെ പിടിച്ചു നിർത്താനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, പോകുന്നവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ. ഹല്ലേലൂയ. അത് നമുക്ക് കഴിയുമെങ്കിൽ അതും വലിയൊരു ശുശ്രൂഷ അല്ലേ. ഞാൻ മുൻപോട്ട് പോകുന്നതിൻ്റെ പുറയിൽ അനേകരുടെ പ്രോത്സാഹനമുണ്ട്, പല അഭിഷക്തന്മാരുടെ പ്രോത്സാഹനം എൻ്റെ പുറയിലുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ
ശുശ്രൂഷയ്ക്ക് എനിക്ക് ചർച്ചിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ചില്ല. 5 വർഷം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാണ് ഞാനത് ഏറ്റെടുത്തത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വന്നൊരു ദൈവദാസൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു എൻ്റെ ഓർഡിനേഷന് മറ്റാരെയും പുറത്തുനിന്നുള്ളവരെ വിളിക്കരുത്, ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് മാത്രം പാസ്റ്റർ ചെയ്താൽ മതി, പുറത്താരും വിളിക്കരുത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം, കാരണം ആയിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടോ. ഓർഡിനേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് വേറെ ദൈവദാസനെയും കൊണ്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നു. എന്നെ നല്ല പരിചയമുള്ള ദൈവദാസനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ പാസ്റ്ററൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അർത്ഥം പൂർണ്ണമായും ഗ്രഹിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ ഗ്രഹിക്കാൻ കഴിഞ്ഞു. കാരണം അവർ കണ്ടിരിക്കുന്ന ആരെങ്കിലും പാസ്റ്ററായി കഴിഞ്ഞാൽ ഉടനെ ആ സഭ പൊളിക്കും, വേറൊന്ന് അതിൽ നിന്ന് കുറച്ചിനെ കൊണ്ടുപോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഈ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇവരൊന്നിച്ച് നിൽക്കുന്ന തലമുറയാണ്. ഒന്നിച്ച് നിൽക്കുന്ന തലമുറയ്ക്കായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ കാഴ്ചപ്പാടുള്ളവർക്കായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. ഒരു വ്യത്യസ്ത ചിന്താഗതിയുള്ളവർക്കായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവരാജ്യത്തിന്റെ കൺസെപ്റ്റ് ഉള്ളവർക്കായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ രാജ്യം പണിയുവാനില്ല, നമുക്ക് പണിയുവാൻ ഒറ്റ രാജ്യമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവത്തിന്റെ രാജ്യമാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നപ്പോൾ ഒരു അഭിഷക്തൻ്റെ കൂടെ ഞാൻ താമസിച്ചു. വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ലോകത്തെ USA ഉൾപ്പെടെ യൂറോപ്പിൽ എല്ലായിടം പോകുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഈസ് നോട്ട് ഇൻ ടു മോണുമെൻറ്റ്, ഗോഡ് ഈസ് ഇൻ ടു മൂവ്മെൻറ്റ്. ദൈവം എന്ന് പറയുന്നത് ചില മോണുമെൻ്റ് അല്ലെങ്കിൽ എന്തോ അതിന് പറയുന്നത് ചില കെട്ടിടങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങുന്നവനല്ല ദൈവം. ദൈവം ഇപ്പോൾ ഒരു മൂവ്മെൻറ്റിലുള്ള ദൈവമാണ്. ഇൻ ഓർഡർ ടു ബ്രിങ് ദാറ്റ് മൂവ്മെൻറ്റ് ഗോഡ് മേ ഈവൻ ഡിസ്ട്രോയ് ദ മോണുമെൻറ്റ്സ് എന്ന്. നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങൾ സ്ഥാപനങ്ങളാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് വലുതായി കാണുന്നത് എന്താണെന്നറിയാമോ? മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടത്തിന് വേണ്ടി എന്തെല്ലാം സ്വർഗത്തിലെ ദൈവം ചെയ്യണമോ, സ്ഥാപനം വേണമോ അവൻ തന്നിരിക്കും, ബിൽഡിംഗ് വേണമോ അവൻ തന്നിരിക്കും. എന്നാൽ നമ്മുടെ ചിന്താഗതി എപ്പോഴും മുൻപോട്ട് പോകുന്നതായിരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ചിന്താഗതി എവിടെയുണ്ടോ അവിടെ ദൈവം അത്ഭുതം ചെയ്യും. ഓ ഹല്ലേലൂയ. Have a different opinion, have a different revelation, have a different concept in our life. Oh hallelujah. അടുത്ത പറയുന്നത്, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോടെ കൽപ്പിച്ച പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മരുഭൂമിയിൽ ലബാനോനും എന്ന് വെച്ചാൽ I am going to enlarge your territory. വളർത്താൻ പോകുകയാണ് ഞാനെന്ന്. Praise you Jesus. ദൈവം വളർത്താൻ തുടങ്ങിയാൽ ആരും ഒതുക്കാൻ പോകുന്നില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമത്രേ വലുത്. ദൈവമാണോ വളർത്തുന്നത്? ഒരു കാര്യം ഉറപ്പാ, അത് താഴ്ചയിലേക്കല്ല, അത് ഉയർച്ചയിലേക്ക്. ദൈവത്തിന്റെ കരമാണോ കൂടിയിരിക്കുന്നത്? ഒരു കാര്യം നിശ്ചയമാണ്, അതിൽ പരാജയമല്ല, ജയം കാണും നിശ്ചയം. ദൈവം വളർത്തുവാൻ തുടങ്ങിയാൽ അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും മനുഷ്യരാരുമല്ല നിശ്ചയിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഓ ഹല്ലേലൂയ. പ്രത്യേകിച്ച് പണ്ട് ഏലിയാവ് ഒരു കാഴ്ച കണ്ടു. നമുക്കറിയാവുന്ന പദങ്ങൾ എനിക്കൊന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, 18-ാം അധ്യായത്തിലെങ്കിലും ആ ഭാഗത്ത് കിടപ്പുള്ളത്. ഏലിയാവിൻ്റെ അടുത്ത് ശിഷ്യൻ വന്നൊരു ദൂത് പറഞ്ഞു. എന്താണെന്നറിയാമോ? 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം ഞാൻ പൊങ്ങുന്നത് ഞാൻ കാണുന്നു. മനുഷ്യൻ്റെ കൈപ്പത്തിയുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. ഇറ്റ്സ് എ സ്മോൾ. എന്ന് വെച്ചാൽ 3.5 വർഷമായിട്ട് ശമരിയയിൽ മഴയില്ല, മഴക്കോളൊന്നുമില്ല, ആരും മേഘം കാണുന്നില്ല. വരണ്ടു കിടക്കുന്ന പ്രദേശത്ത് ഒരു കൈപ്പത്തിയുടെ വലിപ്പമുള്ള, മനുഷ്യൻ്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ മേഘം പൊങ്ങുന്നത് ദാസൻ വന്ന് ഏലിയാവിൻ്റെ അടുത്ത് റിപ്പോർട്ട് കൊടുത്തു. പെട്ടെന്ന് ഏലിയാവിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? നീ ആഹാബിനോട് പറ, മഴയെ അവനോടെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി പെട്ടെന്ന് പോകാൻ പറ. അവിടെ 2 ചിന്താഗതി നമുക്ക് അവിടെ മനസ്സിലാകും. അവിടെ ദാസൻ കണ്ടത് എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ, എന്ന് വെച്ചാൽ ഫ്യൂ ഡ്രോപ്സ് ഉള്ള ചെറിയൊരു മേഘത്തെ അവിടെ കാണുകയാണ്. മറുവശത്ത് ഏലിയാവിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? ഈ പെരുമഴ ആഹാബിനെ തടയുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അവൻ രഥം പൂട്ടി അങ്ങോട്ട് പോകാൻ പറ. അവിടെ ദൈവാത്മാ ശക്തമായി എന്നോട് ഇടപെട്ടു. എന്താണ് ദാസനും ഈ ഏലിയാവിനും തമ്മിലുള്ള വ്യത്യാസം? ദാസൻ കണ്ടത് അതാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അവനാ കണ്ടതാ. യഥാർത്ഥത്തിൽ മേഘത്തെ കണ്ടത് ഏലിയാവല്ല.
മേഘത്തെ കണ്ടത് ദാസനാണ്. അവനാണ് വലിപ്പത്തെ കണ്ടത്. അവനാണ് ഇതിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കിയത്. ഏലിയാവ് ഇതിന്റെ വലിപ്പം കണ്ടില്ല, പക്ഷെ റിപ്പോർട്ട് അവൻ കേട്ടു. എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ കൈപ്പത്തിയടത്ര ഇതിന് വലിപ്പമുള്ളതുള്ള റിപ്പോർട്ട് ഏലിയാവ് കേട്ടു. എന്നാൽ ഇത് മാത്രമല്ല ഏലിയാവ് കണ്ടത്. ഏലിയാവ് കണ്ടത് മേഘത്തെയല്ല, മേഘത്തെ ഉളവാക്കിയ ദൈവത്തിന്റെ കരത്തെ കണ്ടു. ഇതാണ് ദർശനമെന്ന് പറയുന്നത്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് മഴ അവനെ തടുക്കാതിരിക്കേണ്ടതിന്. മേഘത്തിന്റെ വലിപ്പം ചെറുതായിരിക്കാം, എന്നാൽ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വലിപ്പം ചെറുതല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ കരമാണ് കാണുന്നതെങ്കിൽ മേഘത്തിന്റെ വലിപ്പം നിനക്ക് വിഷയമല്ല. മേഘത്തിന്റെ വലിപ്പത്തെയല്ല നീ കാണേണ്ടത്, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെ കാണുവാൻ നീ തയ്യാറെങ്കിൽ ഈ ചെറിയ മേഘത്തെ വലിയ മഴയാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി എത്ര പേര് ദൂതേറ്റെടുക്കുന്നു? നീ ചെറിയ മേഘമായിരിക്കും, ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ ഈ ചെറിയ മേഘത്തെ ദേശങ്ങളിലേക്ക് ഉണർവ് കൊണ്ടുവരുന്ന ഒരു വലിയ മഴയാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏലിയാവിന് ഒരു കാര്യം മനസ്സിലായി. ദൈവത്തിന്റെ കരത്തിന് ഒരു ചെറിയ മേഘത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇത്രത്തോളം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇതിനെ വളർത്തുവാൻ യേശുവിൻ നാമത്തിൽ രാത്രി ഒരു ദൂത ഞാൻ വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ വളർത്തുന്നതിന്റെ അളവുകോൽ പിടിച്ചിരിക്കുന്നത് മനുഷ്യരല്ല, അവന്റെ കയ്യിലെ അളവുകോൽ. അവൻ വളർത്തണമെന്ന് തീരുമാനിച്ച ഇതിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒരു മനുഷ്യനും കണക്കൂട്ടുന്നത് പോലെയല്ല. അവന്റെ കരം പ്രവർത്തിപ്പാൻ തുടങ്ങിയാൽ അവന്റെ അത്ഭുതത്തിന് അന്തമില്ല. അവന്റെ കരം പ്രവർത്തിപ്പാൻ തുടങ്ങിയാൽ അതിന്റെ വലിപ്പം ആർക്കും നിശ്ചയിക്കാൻ കഴിയുകയില്ല. ഗ്ലോറി മാസ്റ്റർ. ഓ ഹല്ലേലൂയ. എന്നാൽ ഈ മേഘം ദൈവത്തിന്റെ കരത്തിൻ കീഴായിരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയമില്ല. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ കരത്തിൻ കീഴാണെങ്കിൽ ഈ മേഘം വളരാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ചെറിയ കൈപ്പത്തി എന്ന് പറഞ്ഞത് ഇതൊരു വശത്തേക്ക് വളരാൻ പോകുക, മറുവശത്തേക്കൊന്ന് വളരാൻ പോകുക, ഇത് മേളിലോട്ടൊന്ന് വരാൻ പോകുക. ഓ, ഒരു ദേശം മുഴുവൻ കവർ ചെയ്യത്തക്കവണ്ണം അനേക സ്ഥലങ്ങളിലേക്ക് വളരാൻ പോകുക. ദൈവം ഒരുവനെ വളർത്താൻ തുടങ്ങിയാൽ ആരെല്ലാം തുച്ഛീകരിച്ചാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം അപമാനിച്ചാലും ഇത് വളർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഒരു ദൂത് ഞാൻ ഇവിടെ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ കരം ചിലരെ വളർത്തുവാൻ അവന്റെ കരം വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. അവൻ ചിലതിനെ വളർത്താൻ പോവുകയാണ്. അവന്റെ കരം തന്നെ വളർത്തും നിശ്ചയം. ഓ ഹല്ലേലൂയ. ഗ്ലോറി മാസ്റ്റർ. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 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 താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചിലതിന്റെ മേലുണ്ട്, ചിലരുടെ മേൽ ദൈവത്തിന്റെ കരമുണ്ട്. നിന്റെ വലിപ്പമല്ല നീ കാണേണ്ടത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്തിന്റെ വലിപ്പത്തെ കാണുമെങ്കിൽ ഒരത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ഈ ദൈവം ശക്തനും മതിയായവനുമാണ്. യേശുവിൻ നാമത്തിൽ എന്റെ ദൈവത്തിന് ശക്തിക്ക് കുറവുണ്ടായിട്ടല്ല. അവന്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. അവന്റെ ഭുജം അത്ഭുതം പ്രവർത്തിക്കുന്ന ഭുജമാണ്. ഓ ഹല്ലേലൂയ. ആ കരം നിന്റെ മേലെയുണ്ടെങ്കിൽ പ്രൈസ് യു ജീസസ്. എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ആ പുറകിലുള്ള കരം വലുതായില്ല, മേഘം വലുതായി. ആ കരം വലിയ കരമാണ്. ഓ ഹല്ലേലൂയ. ഒരുപക്ഷെ കരത്തെ നമ്മൾ ദൂരെ നിന്ന് ചെറുതായി കണ്ടാലും സകലത്തെയും ഉളവാക്കിയ കരമായത്. ഭൂമിയിലെ പൊടിയെല്ലാം നാഴികയിൽ കൊള്ളിക്കുന്നവനാ. സാഗരത്തിലെ ജലമെല്ലാം ഉള്ളങ്കയിൽ വഹിക്കുന്നവന്റെ കരമാണ് ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നതെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിയാൽ ഏറ്റവും തകർന്നു കിടക്കുന്ന കുടുംബത്തെയായാലും അതിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ കൂടി അത്ഭുതത്തെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അവന്റെ കരമാണോ ഇതിന്റെ പുറകിൽ, അവിടെ അത്ഭുതം വെളിപ്പെടും നിശ്ചയം. ദൈവത്തിന്റെ കരമൊന്നിനെ തൊട്ടാൽ, ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബാല്യകാലം ഞാൻ ഓർക്കുന്നു. ഞാനൊരു ഇവാഞ്ചലിസ്റ്റിൻ്റെ മകനാണ്, മർത്തോമേൽ ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ മകനാണ്. ഞങ്ങൾ 10 മക്കളാണ്. ഞാൻ ആ മക്കളിൽ 4ാമത്തെ ഏറ്റവും ഉള്ളതാണ്. എനിക്ക് 6 സിസ്റ്റേഴ്സാണുള്ളത്. അതിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു ആക്സിഡൻറ്റ് വന്നു, എനിക്കൊരു ഹെഡ് ഇഞ്ചുറി വന്നു. ഞാൻ മരിച്ചു പോകുന്ന എല്ലാവരും ചിന്തിച്ചു. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു, ബ്ലഡ് എല്ലാം ശരീരത്തുനിന്ന് പോയി. ഞങ്ങളുടെ അപ്പച്ചൻ ഹോമിയോപ്പതി ഡോക്ടറും കൂടെ ആയതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻറ്റ് 4 മാസം ഞാൻ കഴിഞ്ഞു.
ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ മരിച്ചില്ല. അത് കഴിഞ്ഞ് പക്ഷേ അതോടനുബന്ധിച്ച് എൻ്റെ വളർച്ച നിന്നു. മാത്രമല്ല എൻ്റെ മെമ്മറി പവർ എനിക്ക് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ മെമ്മറി പവർ. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ 15 വയസ്സുള്ളപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോൾ എനിക്ക് 23 കിലോയേ ഉള്ളായിരുന്നു. 3 feet. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്. എന്നേക്ക് 6 വയസ്സുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ തോളിൻ്റെ പോലും ഞാനില്ലായിരുന്നു. ഏറ്റവും ചെറിയവർ. അന്നേരം എൻ്റെ അമ്മ എന്നും ഓർത്ത് കരയും. ഞാൻ പുറത്ത് ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുമെങ്കിൽ എൻ്റെ അകത്ത് എനിക്കറിയാം എനിക്കൊരു ഭാവിയില്ല, എനിക്ക് യാതൊരു വിധത്തിലും ശോഭനമായൊന്നും കാണുവാൻ കഴിയത്തില്ല. ഐ ന്യൂ ഹു ഐ വാസ്. ഒരു പ്രതീക്ഷയ്ക്കും എന്നെക്കുറിച്ച് വകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അനേക രാത്രികൾ ഒറ്റയ്ക്ക് കരയുമായിരുന്നു. കർത്താവേ, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? എനിക്ക് മുൻപോട്ട് പോകാൻ ഒരിക്കലും കഴിയുകയില്ലല്ലോ. എൻ്റെ ഭാവി ഇതോടെ തീർന്നല്ലോ. ഞാൻ തമാശന് അമ്മയോടൊക്കെ പറയും, ഞാൻ സർക്കസിലോ ഡ്രാമയിലോ അല്ലോ ബഫൂണായിട്ട് പോകും. കാരണം ചെറിയ ആൾക്കാരെ ഞാൻ അതിനകത്തേ കണ്ടിട്ടുണ്ട്. ദാറ്റ് വാസ് മൈ ഡെസ്റ്റിനി. ഓർമ്മ നിൽക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാനും മുൻപോട്ട് പഠിക്കാനും കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരുണയാൽ 10th വരെ ഞാൻ വന്നു. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ തലേന്ന് രാത്രി ഞാൻ സ്വപ്നം കാണും. പിറ്റേന്ന് രാവിലെ ഇൻസ്റ്റൻറ്റ് മെമ്മറി ഉള്ളതുകൊണ്ട് പിറ്റേന്ന് രാവിലെ പഠിച്ച് ഞാൻ ക്വസ്റ്റ്യൻ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദാറ്റ്സ് ഫൈൻ വിത്ത് മീ. കാരണം ഞാൻ എൻ്റെ യേശുവിനെ 7ാമത്തെ വയസ്സിൽ പരിചയപ്പെട്ടതാണ്. എൻ്റെ യേശു ആരാണെന്ന് ബാല്യം മുതൽ എനിക്കറിയാം. അവൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഞാനിരിക്കും. എനിക്ക് 16 വയസ്സായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അതിന് മുമ്പ് വന്നിട്ടില്ല, അത് കഴിഞ്ഞും വന്നിട്ടില്ല. ഒരു പാവപ്പെട്ട ദൈവദാസൻ. ഷർട്ടില്ലാതെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാരിയിലുള്ള ഓരോന്നും പറക്കിയെടുക്കുക. അതായിരുന്നു എൻ്റെ ഷേപ്പ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം കരയുവാൻ തുടങ്ങി. അറിയാതെ കണ്ണുനീര് വന്നു. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ദേഹം തലോടിയിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ശരീരത്ത് മാംസം കുറയണമെന്ന് ചിന്തിക്കുന്ന ദിവസങ്ങൾ നിൻ്റെ മുൻപിലുണ്ടെന്ന് പറഞ്ഞു. എനിക്കെങ്ങനെങ്കിലും 10th ഒന്ന് പാസ്സാകണം, അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഹൗവർ ദൈവത്തിൻ്റെ കാരണം ഞാൻ 10th പാസ്സായി. ഞാൻ പറഞ്ഞില്ല, പലതും സ്വപ്നം കണ്ടു. അതിനിടയ്ക്ക് ഒത്തിരി മിറക്കിൾസ് അതിലുണ്ട്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻടു ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. എനിവേ 10th പാസ്സായി. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് തൊട്ട് ഞാൻ വളരാൻ തുടങ്ങി. വേരി ഫ്രം ദ നെക്സ്റ്റ് ഡേ. എനിക്ക് ഒത്തിരി നീളം ഇതൊന്നും ഇല്ലെങ്കിൽ ഐ ആം ആവറേജ് ഇന്ത്യൻ ഹൈറ്റ്. വണ്ണം പിന്നെ കുറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. പിന്നെ ഒന്നെനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ കരം എന്നെ തൊട്ടെന്ന്. ദൈവത്തിൻ്റെ കരം ഒന്നിനെ തൊട്ടാൽ ജീസസ്, അതെൻ്റെ ശരീരത്തെ മാത്രമല്ല, എന്തെല്ലാം ശത്രു കവർന്നു കൊണ്ടുപോയോ അതിനെയെല്ലാം എൻ്റെ ദൈവം മടക്കിക്കൊണ്ടുപോകും. എൻ്റെ മെമ്മറി പവർ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതോടെ ദൈവം അതിനെ മടക്കിക്കൊണ്ടുവന്നു. ദൈവനാമ മഹത്വത്തിനായി വീണ്ടും പഠിപ്പാൻ ദൈവം കൃപ തന്നു. ഇന്ത്യയിൽ തന്നെ പല ഡിഗ്രീസ്, അമേരിക്കയിൽ ചെന്ന ഡിഗ്രീസൊക്കെ ദൈവം സഹായിച്ചു. എന്തെല്ലാം എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിൻ്റെ ഭാവിയെ നിശ്ചയിച്ചിരിക്കുന്നത് പിശാചല്ല, നിൻ്റെ ഭാവിയെ നിശ്ചയിച്ചിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളല്ല, നിൻ്റെ ഭാവിയെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന നീയുമല്ല, നിൻ്റെ ഭാവിയെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന ഞാനാണ്. ഇന്ന് രാത്രി ദൈവാത്മാക്കളോട് ദൂത് പറയുകയാണ്. നിൻ്റെ ഭാവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്, നിൻ്റെ തലമുറയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മനുഷ്യകരമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ്. ആ കരം ഒരു ചെറിയ കൈപ്പത്തിയുടെ പുറകിലുണ്ടെങ്കിൽ നീ ഒരു ചെറിയ കൈപ്പത്തിയായിരിക്കും. മറ്റുള്ളവർ നോക്കുമ്പോൾ നീ ഏറ്റവും വലിയ വ്യക്തിയായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയുന്നു, ദൈവത്തിൻ്റെ കരം നിന്റെ പുറകിലുണ്ടെങ്കിൽ നിന്നെ വളർത്തുവാൻ ഈ കരത്തിന് കഴിയും, നിന്നെ പടർത്തുവാൻ ഈ കയറത്തിന് കഴിയും, നിന്നെ ഉയർത്തുവാൻ ഈ കരത്തിന് കഴിയും. ഇന്ന് രാത്രി നീ ആ കരത്തിൽ ആശ്രയിക്കുക. ഇത് അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്, ഇത് അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് രാത്രി അവന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാണ്. യേശുവിൻ നാമത്തിൽ അതൊരു ഏരിയയിലല്ല, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും, കഴിവില്ലെങ്കിലും, നീ ആഗ്രഹിക്കാത്ത തുറമുഖത്ത് നിന്നെ കൊണ്ടു നിർത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനും മതിയായവനുമാണ്. നീ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളിൽ ദൈവത്തിന് നിന്നെ കൊണ്ടു നിർത്തുവാൻ കഴിയും. എൻ്റെ ദൈവം ഒരു കാര്യം ഹൃദയത്തിൽ നിശ്ചയിച്ചാൽ അവൻ ചെയ്യുക തന്നെ ചെയ്യും, നിശ്ചയം. അവന്റെ കരം ഒരു വിഷയത്തിന് വേണ്ടി നീട്ടിയിട്ടുണ്ടോ, ആ വിഷയം എപ്പോഴെ നിവർത്തിക്കത്തില്ലയോ അപ്പവരെ പുറകോട്ട് വലിക്കുന്ന ദൈവമല്ല. അവനൊരു കാര്യം നിർണയിച്ചാൽ അത് സംഭവിച്ചിരിക്കും, നിശ്ചയം. ഓ ഹല്ലേലൂയ! ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് ചില നിർബന്ധമുണ്ട്. പ്രൈസ് യു ജീസസ്. നമ്മുടെ ദൈവത്തിന് ചില നിർബന്ധമുണ്ട്. ആ നിർബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയമില്ലെങ്കിൽ മൊർദെഖായിയോടൊന്ന് ചോദിച്ചാൽ നിർബന്ധം എന്താണെന്ന് പറയാം.
നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊർദെഖായിയോട് ചോദിച്ചാൽ മതി, പറയും ദൈവത്തിൻ്റെ നിർബന്ധം എന്താണെന്ന് മൊർദെഖായി പറഞ്ഞ് മനസ്സിലാക്കും. മൊർദെഖായിക്കെതിരെ ഒരു ഹാമാൻ എഴുന്നേറ്റു ഇല്ലേ? അവനെ തകർക്കുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ, അവന് വേണ്ടി കൊലക്കായ എല്ലാം ഉണ്ടാക്കി വെച്ചു. ഓ ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്താണെന്നറിയാമോ? ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് ഹാമാനെ നീക്കാമായിരുന്നു ഇല്ലേ? ദൈവത്തിന് അവനെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവനെ ഇല്ലാതാക്കും ദൈവത്തിന് കഴിയുവാൻ. പക്ഷെ ദൈവം നീക്കിയില്ല. ദൈവത്തിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ദൈവം ചിലത് താമസിപ്പിക്കുന്നത് നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല, നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് ചില നിർബന്ധമുണ്ട്. ദൈവത്തിന് ഹാമാനൊന്നും ദൈവത്തിന് വിഷയമല്ല, ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയും. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞു, എൻ്റെ മൊർദെഖായിയെ മാനിക്കുമെങ്കിൽ അവൻ്റെ നാവിൽ കൂടെ ഞാൻ അവനെ മാനിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവത്തിന് നിനക്കൊരു മാന്യത തരാനുണ്ടെങ്കിൽ അവനൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധം നിന്നെ നിവർത്തിക്കുന്ന ദൈവം തന്നെയാണ് ആ ദൈവം. പല കാര്യങ്ങൾ ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം എനിക്കിതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ദൈവം പറഞ്ഞു എനിക്ക് ചില നിർബന്ധമുണ്ടെന്ന്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചില നിർബന്ധമുണ്ട്. ഈ ദേശത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ, ഇവിടെ നിങ്ങളെ നട്ടെങ്കിൽ ദൈവത്തിന് ചില നിർബന്ധമുണ്ട്. ദൈവത്തിന് തൻ്റെ മഹത്വത്തെ, തൻ്റെ മാന്യതയെ തൻ്റെ മക്കളിൽ കൂടെ വെളിപ്പെടുത്തുവാനുണ്ട്. ദൈവം നിങ്ങളെ നട്ടത് വെറുതെ അല്ല, നിങ്ങളെ വളർത്തുവാൻ വേണ്ടിയാണ് നിങ്ങളെ നട്ടത്, നിങ്ങളെ പടർത്തുവാൻ വേണ്ടിയാണ് നട്ടത്. അവൻ്റെ കരം അന്ത്യം വരെ നിങ്ങളുടെ കൂടെയിരിക്കും. ഗ്ലോറി മാസ്റ്റർ, താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ നിർബന്ധമാണ് ചിലതെന്ന് പറയുന്നത്. ഗ്ലോറി മാസ്റ്റർ, ഓ ഗോഡ് ഐ താങ്ക് യു. ഇതും പോരാ എന്ന് പറഞ്ഞിട്ട് ദാവീദിനോട് പറഞ്ഞു അല്ലേ? ദാവീദ് പറഞ്ഞു ഇതും പോരാ എന്ന് പറഞ്ഞിട്ട്, കർത്താവേ നീ എനിക്ക് ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല, ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, ഇതും പോരാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാ ദൂത് പറയുന്നു. നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ ഇതും പോരാ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് ചിലത് ചിലർക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്. ചില പ്രൊമോഷൻസ് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ചിലർക്ക് വേണ്ടി ഞാൻ വിളിച്ചു പറയുകയാണ്. നമുക്ക് ആവശ്യമുണ്ടായിട്ടല്ല, ഇതും പോരാ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് തന്റെ മാന്യതയെ വെളിപ്പെടുത്തുവാൻ ഉള്ളതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ഹല്ലേലൂയ. He will enlarge your territory. Praise you Jesus. ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. മറക്കരുത്, മോശയ്ക്കെതിരെ പലതും നിന്നു അല്ലേ? പക്ഷെ യോശുവയ്ക്കെതിരെ ഒരുത്തനും നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയുന്നു, ഈ തലമുറയ്ക്കെതിരെ, ഈ അഭിഷേകത്തിനെതിരെ, ഈ ദൈവവിളിക്കെതിരെ, ഈ ശുശ്രൂഷയ്ക്കെതിരെ ഏത് അന്ധകാര ശക്തി എഴുന്നേറ്റാലും അതിനെ പറപ്പിക്കുന്ന ഒരു ശക്തി പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുവാനുണ്ട് യേശുവിൻ നാമത്തിൽ. ഗ്ലോറി 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 ഗ്ലോറി. ഓ ഹല്ലേലൂയ. പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു, ഒരു ഭൂതം ബാധിച്ചെന്നെ ഇറക്കണം 21 ഉപവസിച്ചിട്ടായിരുന്നു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ 1000 വന്നാൽ ഭൂതം ബാധിച്ചെന്നെ എത്ര ആൾ ഉപവസിക്കും? എന്നാൽ യേശുവിൻ നാമത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു സ്റ്റേജിൽ ഒരു അഭിഷേകത്തിൽ നിന്നാൽ ദൈവം ഒരു കാറ്റടിപ്പിക്കും. ദൈവത്തിൻ്റെ കാറ്റിന് മുൻപിൽ പിശാചിൻ്റെ അടവുകൾക്കോ അവൻ്റെ തന്ത്രങ്ങൾക്കോ അവൻ്റെ ബന്ധനങ്ങൾക്കോ നിൽക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യാൻ പോകുന്നതിൻ്റെ അളവെന്തെന്ന് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയുക. ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് പ്രത്യേകമായ രീതിയിലാണ് ഓരോ തലമുറയിലും. ഗ്ലോറി മാസ്റ്റർ, താങ്ക് യു ലോർഡ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾ അവകാശമാക്കും. ഞാൻ ആ വിഷയത്തേക്ക് പോകുന്നില്ല, ദൈവം അനുവദിച്ച പിന്നെ എപ്പോഴേലും വരാം. ബട്ട് ഐ ആം ഗോയിങ് ടു enlarge your territory. ഞാൻ നിങ്ങളെ ഒന്ന് വളർത്താൻ പോകുകയാണ്, ഒന്ന് വളർത്താൻ പോകുകയാണ്. ആഗ്രഹിച്ചില്ലെങ്കിലും ദൈവം ഒന്ന് വളർത്താൻ പോകുകയാണ്. വേണ്ടാന്ന് പറഞ്ഞാലും ദൈവം ഒന്ന് വളർത്താൻ പോകും. ഓ ഗോഡ് ഐ താങ്ക് യു. ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. ദൂതേറ്റെടുക്കുക, ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. തിരുനാമമാത്രത്തിനായി വളർത്താൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവനാമമാത്രത്തിനായി ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. അവന്റെ നാമം വളർത്തപ്പെടേണ്ടതിന് ദൈവം ചിലതിനെ വളർത്താൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. Praise you Jesus. ഹല്ലേലൂയ. യോശുവയുടെ ചോദ്യം, കർത്താവേ
ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതകൾ എന്താണ്? ഒരു മറുപടിയാണ് കർത്താവിന് പറയാനുള്ളത്. ഞാൻ നിന്നോട് കൂടെയിരിക്കും. I will be with you, Joshua. Hallelujah. I will be with you. എന്നെ കേൾക്കുന്ന ദൈവമേ, ആര് കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അവൻ്റെ കൃപയുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായി മറ്റൊന്നും ജീവിതത്തിലില്ല. അവൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടിയുണ്ടോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. ഓ ഹല്ലേലൂയ. പണ്ട് മോശ ഇങ്ങനെയൊന്ന് പറഞ്ഞില്ലേ, താൻ നടത്തിക്കൊണ്ടുവന്ന ജനങ്ങൾ അവർ പാപം ചെയ്തു. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, തൻ്റെ സഹോദരനെ അഹരോനാണ് ഉണ്ടാക്കി കൊടുത്തത്, മറ്റാരുമല്ല. മോശയ്ക്കൊരു സംശയം, എന്നോട് കൂടെ ആരെയിരിക്കും? ദൈവം പെട്ടെന്ന് പറയുക, വാഗ്ദത്തം ഞാൻ ചെയ്തെടുത്തേക്ക് ഞാൻ കൊണ്ടുപോവാം, ഒരു ദൂതനെ ഞാൻ അയച്ചേക്കാം. മോശയ്ക്ക് പറയാനുള്ളത്, ദൂതനെ നീ അയച്ചോ, വാഗ്ദത്തം കിട്ടിയോ എന്നുള്ളതല്ല വിഷയം, എൻ്റെ കൂടെ ആരിയിരിക്കും? ഹല്ലേലൂയ. മോശയെ സംബന്ധിച്ച് വാഗ്ദത്ത ഭൂമിയല്ല വലുത്, അവൻ കണ്ട ദർശനമതാ. അവൻ പറയുകയാണ്, നീ എന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. ദൈവം ഒരു മറുപടി പറഞ്ഞു, മോശേ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ഈ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം. പണമില്ലെങ്കിലും ദൈവ സാന്നിധ്യം, കൂടെ ആരുമില്ലെങ്കിലും ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം കൂടെയുണ്ട് ദൈവവേദനയെ. അതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. ഒരു ദൈവവേദനയുടെ ഏറ്റവും വലിയ അവകാശമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതാണ്. യോശുവയോടൊരു വാഗ്ദത്തം കൊടുക്കുക, ഈ തലമുറയോടെ കൂടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അവൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. അവൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട്. അവൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ആനന്ദമുണ്ട്. അവൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. അവൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ഒരു ശ്രേഷ്ഠതയുണ്ട്. ദൈവ സാന്നിധ്യത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ചില മിനിസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നുമില്ലെങ്കിലും ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യമുണ്ടോ എല്ലാമുണ്ട്. ദൈവ സാന്നിധ്യമുണ്ടോ എല്ലാമുണ്ട്. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം വഹിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇതുവരെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിലാണ് നിന്നത്. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വന്ന് ഞാൻ അങ്ങ് തുറന്നു പറയാം എന്ന് വിചാരിച്ച് നമ്മൾ പോകേണ്ടുന്ന സമയത്ത് പോവുകയും ചെയ്യും. Let me come back to the core of the message I want to convey from there. Oh hallelujah. മോശ ഭരിച്ചു കഴിഞ്ഞ് ദൈവം യോശുവയോട് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ യോശുവയുടെ ഹൃദയത്തിൽ ചില ചോദ്യങ്ങളുണ്ട്. ഓ ഹല്ലേലൂയ. കാരണം മോശ ആരാണെന്ന് വ്യക്തമായിട്ട് യോശുവയ്ക്കറിയാം. മോശയുടെ ലീഡർഷിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് യോശുവയ്ക്കറിയാം. ഇത്രയും ശക്തനായ ഒരു മോശ കൊണ്ടുവന്ന അനേകർ മരുഭൂമിയിൽ പട്ടുപോകുന്നത് യോശുവ കണ്ടതാണ്. ഇത്രയും ശക്തനായ ഒരു മോശ കൊണ്ടുവന്നതിൽ വെറും 2 പേർ മാത്രം ബാക്കിയുള്ളത് യോശുവയ്ക്കറിയാം. അപ്പോൾ അവന് നിർവഹിക്കുവാൻ കഴിയാത്ത വലിയൊരു ഉത്തരവാദിത്തമാണ് അവന്റെ മേൽ വരുന്നതെന്ന് യോശുവയ്ക്ക് വ്യക്തമായി തിരിച്ചറിയാം. യോശുവയ്ക്ക് ഒരു ചോദ്യമുണ്ട്. നീ എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിപ്പെട്ടത്, നീ എന്നോട് സംസാരിക്കുന്ന വിഷയം എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ നീ മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെയല്ല നീ എനിക്ക് വെളിപ്പെടുന്നത്. നീ മോശയ്ക്ക് വെളിപ്പെട്ടത് മുൾപ്പടർപ്പിൽ ഒരഗ്നിയായിട്ടാണ്. ഓ ഹല്ലേലൂയ. 2, നീ മോശയ്ക്ക് ഒരധികാരത്തിന്റെ വടി നീ കൊടുത്തു. എനിക്ക് എന്താണ്, എൻ്റെ കയ്യിൽ എന്താണ് നീ തരാൻ പോകുന്നത്? താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. എവിടെയൊക്കെ മോശ പോയോ അവിടൊക്കെയും അത്ഭുതം ചെയ്യുവാൻ ഒരധികാരത്തിന്റെ വടി അവനെ ഏൽപ്പിച്ചിരുന്നു. പ്രൈസ് യു ജീസസ്. എപ്പോഴൊക്കെയും മോശ ആ വടി ഉയർത്തുമോ അവിടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ 2-3 മിനിറ്റ് അവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് യു ജീസസ്. ദൈവം എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും ദൈവം ഓരോന്ന് പരമേൽപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് അശ്ചര്യമായി കാണത്തക്കവണ്ണം
ഓരോരുത്തരുടെ മേൽ ഓരോന്നുണ്ടായിരുന്നു. മോശയുടെ വടി ഓരോ സ്ഥാനങ്ങളിൽ ഓരോ വിധത്തിലാണ് ഉയർത്തിയത്. പ്രത്യേകിച്ച് മിസ്രൈമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സമയത്ത് ആകാശത്തെ അവൻ കരമുയർത്തും. അന്ധകാര ശക്തി പറയും, അവൻ ഇനിയും ആകാശത്തേക്ക് ഞാൻ ഈ അധികാരത്തിന്റെ വടി ഉയർത്തിയാൽ അവന്റെ കയ്യിൽ ഞാൻ ഇത് പറിച്ചെടുക്കും. അടുത്ത പ്രാവശ്യം ദൈവം അരുളി ചെയ്യും, നീ ചെങ്കടലിൽ നേരെ വടി നീട്ട്. നീ പാറയുടെ അടുത്തേട്ട് ചെല്ലുമ്പോ പറയും, God started changing. ഒരു പാറ്റേണിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിനറിയാം ഏത് തലമുറയിൽ എങ്ങനെ ഇറങ്ങി വരണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും. അവർ God is a God of generation. ഓ ഹല്ലേലൂയ. ഞാൻ പണ്ട് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഇന്നും ഇങ്ങനെ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞാൽ ദൈവം വേറെ രീതിയിൽ ഒരുപക്ഷെ ഇടപെടുന്ന സമയത്ത് നിന്നെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ചിലതിനെ ദൈവം കരത്തിലെടുക്കുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളയാണ്. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ദൈവത്തിനറിയാം അന്ധകാര ശക്തി എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുവെന്നും അവന്റെ പദ്ധതികൾ എങ്ങനെയാണെന്നും അതിനെ പൊളിക്കത്തക്ക രീതിയിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. Praise you, Jesus. We need to be open to the Holy Spirit. Oh, hallelujah. മോശയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത് ഒരു വടിയായിരുന്നു ഇല്ലേ? ഏലിയാവിന്റെ കയ്യിൽ വന്നപ്പോൾ ഒരു വടിയല്ല കൊടുത്തത്, ഒരു പുതപ്പ്. Praise you, Jesus. അതേ പുതപ്പ് എലീശയ്ക്ക് കിട്ടി അല്ലേ? ഇനി മോശയുടെ കൂട്ട് ഒരു വടിയും പിടിച്ചുകൊണ്ടാണ് ഏലിയാവും എലീശയും നടന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിച്ചത് മതി ദൈവത്തിന് അത്ഭുതത്തെ ചെയ്യുവാൻ. You don't have to follow someone else's pattern. God has a pattern for you. നിനക്ക് വേണ്ടിയത് എന്തെന്ന്, നിന്റെ കയ്യിൽ എന്ത് വേണമെന്ന് അറിയുന്ന ദൈവമാണ് നിന്നെ വിളിച്ച് വേർതിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി വ്യക്തമായി തിരിച്ചറിയുക. അവൻ അറിയാം നിന്നിൽ കൂടെ നിർവഹിക്കത്തക്കവണ്ണം എന്താണ് എന്നെയും നിങ്ങളെയും ഫലമേൽപ്പിക്കേണ്ടതെന്ന്. ഓ ഹല്ലേലൂയ. Praise you, Jesus. യിരെമ്യാവിന്റെ അടുത്ത് വന്നവൻ വടിയും കൊടുത്തില്ല, പുതപ്പും കൊടുത്തില്ല, അവന്റെ നാവിനെ ഒന്ന് തൊട്ടു. യേശുവിൻ നാമത്തിൽ ദൈവത്തിനറിയാം നിന്റെ നാവിനെ ഒന്ന് തൊട്ടാ മതി. നിന്നിൽ കൂടെയുള്ള മഹത്വത്തെ, അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ നാവിനെ ഒന്ന് തൊട്ടാ മതി. ദൈവത്തിന് ഇത് ചെയ്യുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. Thank you, Jesus. Thank you, Lord. ഓ ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുക. ശ്രദ്ധിക്കണമേ, ദൈവ അഭിഷേകം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു വടിയാണ് നോക്കിയിരിക്കുന്നത്, ഒരു പുതപ്പാണ് നോക്കിയിരിക്കുന്നത്, നിന്റെ നാവിൽ തൊടുന്നതാണോ ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന് നിനക്ക് വേണ്ടിയുള്ളതിനെ പകരുവാൻ ഇന്ന് രാത്രി അവന്റെ പക്കലുണ്ട്. മറക്കരുത്, മറക്കരുത്. നിനക്ക് എന്ത് വേണമെന്ന് അറിയാവുന്നവൻ, നിന്റെ സ്വഭാവത്തെ അറിയുന്നവൻ, നിന്റെ പ്രകൃതി അറിയുന്നവൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇന്ന് രാത്രി നിന്നോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. Thank you, Jesus. Oh, hallelujah. Yes, Lord. പെന്തിക്കോസ്ത് നാളിൽ അഗ്നി നാവുകൾ വെളിപ്പെട്ടു. Oh, hallelujah. Thank you, Jesus. അത് പത്രോസിന്റെ മേലും കൂട്ടരുടെ മേലും ഒന്ന് ഇറങ്ങിയില്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസിന്റെ നിഴല് തട്ടി നടത്തും രോഗികൾ സൗഖ്യമാക്കുവാൻ തുടങ്ങി. Praise you, Jesus. Oh, hallelujah. ഞാൻ ഇച്ചിരൂടെ കടന്നു പറയട്ടെ. പൗലോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പം ദൈവം കൊടുത്ത ഏറ്റവും വലിയ അധികാരത്തിന്റെ വടി എന്താണെന്നറിയാമോ? പൗലോസിന്റെ ശുശ്രൂഷയുടെ രഹസ്യം എന്താണെന്നറിയാമോ? അവന്റെ കയ്യിൽ പുതപ്പ് കൊടുത്തില്ല, ഹല്ലേലൂയ. അധികാരത്തിന്റെ വടിയും കൊടുത്തില്ല. അവന്റെ നാവിനെ തൊട്ട് കാണും, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയൊക്കെ ഇറങ്ങിയതാ. പക്ഷെ പൗലോസിന്റെ രീതിയിൽ മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേകമായി ഒന്ന് കൊടുത്തു. എന്താണെന്നറിയാമോ? ഒരു മുള്ള. അത് പിടിച്ചിരിക്കുന്നത് ആരാന്നറിയാമോ? പത്രോസിന്റെ സ്നേഹിതരല്ല, കർത്താവുമല്ല, പിശാചിന്റെ കൈ കൊടുത്തൊരു മുള്ള്. ശ്രദ്ധിക്കണമേ, നമ്മുടെ ദൈവം ചെയ്യുന്ന പ്രത്യേകതകള്. അവൻ കുത്തുമ്പോഴൊക്കെയും പൗലോസ് കരയും, ദൈവമേ ഇത് മാറ്റണമേ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി പൗലോസേ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ച പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവൻ പിശാച് എന്നെ കുത്തിയെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട്
പ്രാർത്ഥന ആവശ്യമുള്ള ഒരു മുന്നോട്ട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് മുന്നോട്ട് വരുമെന്ന് ചോദിച്ചു. പൗലോസ് അതാ പറയുന്നത്, എന്നെ കുത്തിയത് മറ്റാരുമല്ല, സാത്താന്റെ ദൂതനാണ് എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നെനിക്കറിയാം, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ രഹസ്യം മറ്റൊന്നുമല്ല, അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ. ഈ നാളെ കൃപ വ്യാപരിക്കുന്ന ദൈവമക്കൾക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഗ്ലോറി മാസ്റ്റർ. നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുന്നതിന്റെ രഹസ്യം ദൈവ കൃപയാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, അതിന് അളവില്ല. ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി സ്റ്റേജിൽ നിൽക്കുന്നത് എനിക്ക് വല്ല പ്രാഗൽഭ്യവും പറയാനുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ കൃപ, എൻ്റെ ദൈവത്തിന്റെ കൃപ, എൻ്റെ ദൈവത്തിന്റെ കൃപ. പൗലോസിന് പറയാനുള്ളത്, മറ്റുള്ള ആരെക്കാളും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്ര. ഞാൻ ഓടിയതല്ല, ദൈവം എന്നെ ഓടിക്കുകയാണ്. നിൽക്കുകയല്ല, ദൈവം എന്നെ നിർത്തുകയാണ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്കൊരു അധികാരം തന്നിട്ടാ പോയത് ഇല്ലേ? സ്വർഗത്തിൽ അഭിഷക്തൻ ഇന്ന് ഈ മീറ്റിംഗ് ഇനാഗ്രേറ്റ് ചെയ്താണ് അത് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഒരധികാരം ദൈവം നമുക്ക് തന്നു. എന്തിനാ? പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് ഒരധികാരം തന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവം നമുക്ക് ഒരു അധികാരം തന്നിട്ടാണ് പോയത്. അവൻ വെറുതെ പോയതല്ല. അവന്റെ നാമം സകല നാമത്തിനും മേലായ യേശുവിന്റെ നാമം ദൈവം നമുക്ക് തന്നതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓ ഹല്ലേലൂയ. ഇനി ഞാൻ മടങ്ങി വരട്ടെ. യോശുവയ്ക്ക് ഒരു ചോദ്യം ചോദിപ്പാനുണ്ട്. കർത്താവേ, മോശയുടെ കയ്യിൽ അങ്ങൊരു അധികാരത്തിന്റെ വടി കൊടുത്തു, എൻ്റെ കയ്യിൽ എന്താണ് ഫലമേൽപ്പിക്കാൻ പോകുന്നത്? ദൈവത്തിന് പറയാനുള്ളത്, യോശുവയെ, ഏതധികാരത്തിൻ്റെ വടി ഞാൻ മോശയുടെ കയ്യിൽ കൊടുത്തു, ആ വടി അവനെ ചതിച്ചു. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് ശത്രു ഒരു പ്രാവശ്യം വഞ്ചിച്ചു. എന്നാൽ യോശുവയെ, ഞാൻ നിനക്കൊരു വടിയല്ല തരാൻ പോകുന്നത്, നീ എൻ്റെ കയ്യിൽ ഒരു വടിയായി മാറാൻ പോകുകയാണ്. നിന്നെ ഞാൻ എൻ്റെ കരത്തിലെടുക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ശ്രദ്ധിക്കണമേ, ഇവിടെ ഇരിക്കുന്ന ചിലതിനെ ദൈവം തൻ്റെ കരങ്ങളിൽ നിന്ന് എടുക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഏത് സമയത്ത് എങ്ങനെയായിരിക്കണമെന്നും ഓരോ ദേശത്തിൽ ചവിട്ടുമ്പോഴും അവിടുത്തെ അന്ധകാരം എന്തെന്ന് മനസ്സിലാക്കി നിന്നോട് കൂടി ഇരിക്കുന്നവൻ അവന്റെ കരത്തിൽ നിന്നെ എടുക്കുന്ന നാളുകളായിരിക്കും. നീ ചവിട്ടുന്ന ദേശമൊക്കെയും അവകാശമാക്കേണ്ടതിന് യോശുവയെ, നീ എൻ്റെ കയ്യിലെ ആയുധമായി തീരാൻ പോകുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ചിലതിനെ പൂണിയിൽ ഒളിച്ചു വെക്കും, സമയത്തിന് മുൻപ് പുറത്തു കൊണ്ടുവരത്തില്ല. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ടെക്നിക്ക് എന്താണെന്നറിയാമോ? ദ നോൺ വെപ്പൺസ്. ഒരു മിസൈൽ ഉണ്ടെങ്കിൽ ആൻറ്റി മിസൈൽ ഉണ്ടാക്കും. എന്നാൽ അറിയപ്പെടാത്ത മിസൈലിനെതിരെ ഒരു ആൻറ്റി മിസൈൽസും ഇല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം ചിലതിനെ ഇതുവരെ വെളിപ്പെടുത്താതിരിഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ പൂണിയിലിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ കരം ഈ നാളുകളിൽ നിന്ന് തേടുകയാണ്. എന്തിനാണെന്നറിയാമോ? തന്നെത്താൻ ബലവാൻ എന്ന് വെളിപ്പെടുത്തേണ്ടതിന് അവൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുക. ചിലതിന് ഈ നാളുകളിൽ ദൈവം കരങ്ങളിൽ നിന്ന് എടുക്കാൻ പോകുക, അവൻ്റെ കയ്യിൽ ആയുധങ്ങളായി തീരാൻ പോകുക. അവരിൽ ഒരിക്കലും അവൻ ഉന്നം തെറ്റുകയില്ല. എപ്പോൾ ഏതിനെ ഉയർത്തണമെന്നും ഏതിനെ ഉപയോഗിക്കണമെന്നും വ്യക്തമായി തിരിച്ചറിയുന്ന ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഞാൻ ചിലതിനെ എൻ്റെ കയ്യിൽ എടുക്കാൻ പോകുക. ഈ തലമുറയുടെ വിടുതലിന് വേണ്ടി, ചില ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ദോഹയുടെ വിടുതലിന് വേണ്ടി, ഖത്തറിന്റെ വിടുതലിന് വേണ്ടി, ഇന്ത്യയുടെ വിടുതലിന് വേണ്ടി ദൈവം ചിലതിനെ കരങ്ങളെടുക്കുന്ന നാളുകളായിരിക്കും. യോശുവയെ, എനിക്ക് അബദ്ധം പറ്റുകയില്ല, നീ എൻ്റെ കയ്യിലായി തീരാൻ പോകുകയാണ്. ഗ്ലോറി മാസ്റ്റർ. ഓ താങ്ക് യു ജീസസ്. നിന്നെ എൻ്റെ കരങ്ങളിൽ ഞാൻ ഇന്ന് എടുക്കാൻ പോകുകയാണ്. എന്തിനു വേണ്ടിയാണ്? വാഗ്ദത്ത ദേശം ഞാൻ അവകാശം ചെയ്തതിൽ നിന്ന് എനിക്ക് പുറകോട്ട് പോകുവാൻ കഴിയുകയില്ല. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അരുളി ചെയ്തതിൽ ഞാൻ പുറകോട്ട് പോകുന്ന ദൈവമല്ല. നിന്നെ എൻ്റെ കരങ്ങളിലെടുത്ത് എൻ്റെ വാഗ്ദത്തത്തെ ഞാൻ നിവർത്തിക്കാൻ പോകുകയാണ്. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം ചിലതിനെ ഈ നാളിൽ കരങ്ങളിലെടുക്കുന്ന നാളുകളായിരിക്കും. Jesus, Jesus, Jesus.
ജീസസ് ജീസസ്. അനേകർ തളർന്നു പോകുന്നിടത്ത്, അനേകർ പുറകോട്ട് പോകുന്നതിന്റെ മധ്യത്തിൽ ദൈവം ചിലതിനെ ഉണർത്തുന്ന നാളുകളായി ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം ചിലതിനെ കരയിലെടുക്കുന്ന നാളുകളായി ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം നിന്നെ മാറുന്നതല്ല. ഇതുവരെ നീ പ്രാർത്ഥിച്ചിട്ട് നീ പ്രയോജനപ്പെട്ടില്ലെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അവനൊരു സമയമുണ്ടായിരുന്നു, അവന്റെ കരം ഭൂമിയിലേക്ക് നീട്ടുന്ന കാലയളവായിരിക്കും. അവന്റെ കയ്യിൽ ഒരു അമ്പാക്കി ദൈവം നിന്നെ കരങ്ങളെടുക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഓ ഗോഡ്. ദൈവം ഒരമ്പ് പ്രയോഗിച്ചാൽ തറയ്ക്കേണ്ട അടുത്ത് തറയ്ക്കും. ഓ ഗോഡ്, ഐ താങ്ക് യു. ചില വെല്ലുവിളികളുടെ ശബ്ദത്തെ നിർത്താൻ ദൈവത്തിന് ചിലതിനെ കരങ്ങളെടുക്കാൻ യേശുവിൻ നാമത്തിൽ. ഓ, ഈ അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വെല്ലുവിളി കേൾക്കുമ്പോൾ ഇത് പോയി ഒളിച്ചിരിക്കുന്ന അഭിഷേകമല്ല. എപ്പോൾ വെല്ലുവിളി കേൾക്കുമ്പോ അപ്പോഴാ ഉണർവ് വരുന്നത്. ഓ ഹല്ലേലൂയ. എപ്പോൾ വെല്ലുവിളിയുടെ ശബ്ദം വരുന്നുവോ അപ്പോഴാ ആരോഗ്യം വരുന്നത്, അപ്പോഴാ ശക്തി വരുന്നത്. ഇത് വെല്ലുവിളികളെ കേട്ട് ഒളിച്ചിരിക്കുന്ന അഭിഷേകമല്ല, ഇത് വെല്ലുവിളികളെ നേരിടുന്ന അഭിഷേകമായി. ഓ ഹല്ലേലൂയ. അതാണ് ദാവീദിന്റെ അഭിഷേകം എന്ന് പറയുന്നത് അല്ലേ. ദാവീദിന്റെ അഭിഷേകം വെളിപ്പെടുന്നത് വെല്ലുവിളി ഇല്ലാത്തപ്പോഴല്ല, വെല്ലുവിളി വരുമ്പോഴാണ് ദാവീദിന്റെ അഭിഷേകം വെളിപ്പെടുന്നത്. ദൈവം ചില അഭിഷേകം പറഞ്ഞിരിക്കുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? എപ്പ ശത്രു പരാജയപ്പെടുമെന്ന് പറയുമോ അറിയാത്തൊരു ശക്തി, അറിയാത്തൊരു ഉണർവ്, അറിയാത്ത ഒരു കഴിവ് അവരറിയാതെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. അതാണ് ദൈവം കരത്തിലെടുത്തതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓ ഗോഡ്, ഓ ലോർഡ്. അതാണ് യോശുവ ജനറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവർ വാഗ്ദത്തം നോക്കി കാണുന്നവർ മാത്രമല്ല, വാഗ്ദത്തത്തെ അവകാശമാക്കുന്നവരാണ്. നോക്കി കണ്ടവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ എന്റെ വിളി വേറെയാ, നിങ്ങളുടെ വിളി വേറെയാ. ഇതിനെ കാണാൻ മാത്രമല്ല ദൈവം വിളിച്ചത്, ഇതിനെ അവകാശമാക്കുവാൻ ദൈവം തന്റെ കരത്തിൽ നിങ്ങളെ എടുക്കുന്ന നാളുകളായിരിക്കും യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഓ ഗോഡ്, ഞാൻ ദൈവസാന്നിധ്യം ശക്തമായി അനുഭവിക്കാം ഇന്ന് രാത്രി. I know what I'm experiencing tonight. Oh God, I thank you, thank you, thank you, thank you. ദൈവം നിന്നെ കരങ്ങളിലെടുക്കുന്നതിന് നിന്റെ പേര് ദൈവത്തിന് വിഷയമല്ല, നിന്റെ കുടുംബം ദൈവത്തിന് വിഷയമല്ല, നിന്റെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല, നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിന്റെ വിഷയമല്ല. നിന്റെ പേര് അവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ കരങ്ങളെടുക്കുവാൻ തയ്യാറായാൽ പിന്നെ ആർക്കും നിന്നെ നിലത്തിടാൻ കഴിയത്തില്ല. Oh God, oh God. ചില കുടുംബങ്ങളിലുള്ള തലമുറയെ ദൈവം തൊടുമെന്ന് എന്ന് രാത്രി പരിശുദ്ധന്മാരോട് ഇടപെടുന്നു. നാളുകളായി കരയുന്ന മാതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ചിലതിനെ ദൈവം ഈ നാൾ ഉയർത്താൻ പോകുക. എന്താണെന്നറിയാമോ? തന്റെ മഹത്വത്തെ ദൈവത്തിന് വെളിപ്പെടുത്തുവാനുണ്ട്, ദൈവത്തിന് ചിലതിനെ കരങ്ങളെടുക്കുവാനുണ്ട്. Glory, glory, glory. Oh God. Oh God, I thank you. Oh God, oh. അവർ വഴിതെറ്റി പോകത്തില്ല യേശുവിൻ നാമത്തിൽ. അവർ വഴിതെറ്റി പോകുന്ന നീ ഭാരപ്പെടണ്ട. അവർ ദൈവിക നിയമത്തിന്റെ കീഴിലായിരിക്കും, ദൈവത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലായിരിക്കും, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന്റെ കീഴിലായിരിക്കും. ദൈവം തന്നെ അവരെ പണിതെടുത്തിട്ട് വളർത്തുന്ന നാളുകളായിരിക്കും. ദൈവം ചിലതിനെ കരങ്ങളെടുക്കുന്ന നാളുകളായിരിക്കും ഇത്. Glory Master. Oh hallelujah. Let me answer the next one. യോശുവയ്ക്ക് പറയാനുള്ളത്, നീ മോശയുടെ മുൻപിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം, ഞാൻ നേരിട്ടൊന്നും കാണുന്നില്ലല്ലോ ദൈവമേ. ഓ ഹല്ലേലൂയ. മോശയ്ക്കുള്ള അത്രയും അനുഭവങ്ങൾ എനിക്കില്ല കർത്താവേ. പിന്നെ മോശ ചെയ്തതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം ചെയ്യുവാൻ എനിക്കെങ്ങനെ കഴിയും? ദൈവത്തിന് പറയാനുള്ളത്, യോശുവയെ, ഞാൻ മോശയ്ക്ക് അഗ്നിയിൽ വെളിപ്പെട്ടു, സത്യം. നിനക്ക് ഞാൻ അഗ്നിയിലല്ല വെളിപ്പെടാൻ പോകുന്നത്, ഈ അഗ്നി ഞാൻ നിന്റെ ഉള്ളിലാക്കാൻ പോകുകയാണ്. മോശ പുറത്ത് കണ്ട അഗ്നി നിന്റെ അകത്ത് ഞാൻ പകരാൻ പോകുക. ഇന്ന് രാത്രി എത്ര പേർ അത് ഉറ്റെടുക്കും? യേശുവിൻ നാമത്തിൽ, ഓ യേശുവിൻ നാമത്തിൽ, ഓ ഹല്ലേലൂയ. ഈ അഗ്നി നിന്റെ അകത്ത് ദൈവം പകരാൻ പോകുക. മറ്റുള്ളവർ പുറത്ത് കണ്ടതിനെ നിന്റെ അകത്താക്കിയിട്ട് നീ എവിടെയൊക്കെ പോകുമോ നിന്നോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു അഗ്നിയായി അവൻ നിന്നോട് കൂടി ഇരിക്കാൻ പോകുക യേശുവിൻ നാമത്തിൽ. ഓ ഗോഡ്, ഐ താങ്ക് യു. മോശ കണ്ട അഗ്നിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പർവ്വതത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അഗ്നി അവന്റെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷമാകും. എന്നാൽ അഗ്നി അകത്താണെങ്കിൽ നീ എവിടൊക്കെ പോകുന്നു, നീ എവിടൊക്കെ കാല് വെക്കുന്നു, നീ ഏതൊക്കെ ദേശത്തേക്ക് പോകുന്നു, നീ ശത്രുവിനെ നേരിടുമ്പോൾ, നീ എരിഹോ മതിലിനെ നേരിടുമ്പോൾ, നീ ഒറ്റയ്ക്കല്ല യോശുവ
യോശുവേ, നിന്നിൽ ഞാൻ ഒരു അഗ്നി കത്തിക്കാൻ പോകുക. ആർക്കും കെടുത്തുവാൻ കഴിയാത്ത, ആർക്കും ഇല്ലാതാക്കുവാൻ കഴിയാത്ത ഒരു അഗ്നി ഞാൻ നിന്നിൽ കത്തിക്കാൻ പോകുക. ഓ ഹല്ലേലൂയ. ഒന്ന് ദൈവിക അധികാരം, രണ്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ഇതാണ് യോശുവ ജനറേഷന്റെ പ്രത്യേകത. നമുക്ക് പണമല്ല വേണ്ടിയത്, നമുക്ക് ആവശ്യം ദൈവശക്തിയാണ്, ദൈവത്തിന്റെ അഗ്നിയാണ് നമുക്ക് ആവശ്യം. ദൈവിക അധികാരമാണ് നമുക്ക് ആവശ്യം. അത് നമ്മുടെ കൂടെ ഉണ്ടോ? എല്ലാം കൂടെ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പണത്തിന് അധികാരത്തെ വാങ്ങിക്കാൻ കഴിയത്തില്ല. എന്ന് അധികാരമുള്ളിടത്ത് പണം ഓടിയെത്തും. ഓ ഹല്ലേലൂയ. പണത്തിന് അഗ്നിയെ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്നാൽ എവിടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉണ്ടോ, ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ, ഇതൊക്കെ നിന്റെ പുറകെ വരത്തക്കവണ്ണം ഇത് അത്ഭുതമായി കൂടിയിരിക്കും. യോശുവ ജനറേഷന് ഒരു പ്രത്യേകതയുണ്ട്. പുറമേ നോക്കുമ്പോൾ സാധാരണക്കാരായിരിക്കും, പക്ഷെ അവർ ദൈവത്തെ, ദൈവ സാന്നിധ്യത്തെ, ദൈവശക്തിയെ വഹിക്കുന്നവരായിരിക്കും. അവർക്ക് പേരും പെരുമയൊന്നും അവർക്ക് വിഷയമല്ല, മറ്റുള്ളവർ അവരെ അറിയുന്നൊന്നും അവർക്ക് വിഷയമല്ല. ഒന്നരക്കറിയാം, അവരിൽ കത്തുന്ന ഒരു അഗ്നിയുണ്ട്. ആർക്കും കെടുത്തുവാൻ കഴിയാത്ത, ആർക്കും ഇല്ലാതാക്കുവാൻ കഴിയാത്ത ഒരു അഗ്നി അവരിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു അധികാരം അവരുടെ മേലുണ്ടെന്ന് അവർക്ക് വ്യക്തമായി തിരിച്ചറിയാം. Oh God, I thank you. Lord, I love you tonight. I love you tonight. I love you tonight. I love you tonight. Oh God, I love you tonight. Oh hallelujah. Oh God, I thank you. Thank you Jesus. Oh God. Thank you Lord. ഈ അഗ്നിക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? യോശുവയെ നേരിടുന്നവർ യോശുവയല്ല നേരിടാൻ പോകുന്നേ, അവനിൽ കത്തുന്ന അഗ്നിയാണ് നേരിടാൻ. There's a difference. There's a difference. അവൻ്റെ മുൻപിൽ ഒരുത്തരും നിൽക്കത്തില്ലെന്ന് പറഞ്ഞ വെറുതെയല്ല പറഞ്ഞത്. അണ്ട അവർ യോശുവയല്ല നേരിടാൻ പോകുന്നത്, അഗ്നി അവരിൽ ദൈവം കത്തിച്ചു. ഇന്ന് രാത്രി ചിലതിന്മേൽ ദൈവം ചില അഗ്നി കത്തിക്കാൻ പോകും. അകത്തേൻ്റെ അകത്തൊരു അഗ്നി കത്തിക്കാൻ പോകുക. കാണുമ്പോൾ നിങ്ങൾ സാധാരണക്കാരാ, പക്ഷെ നിങ്ങളിൽ കൂടെ വെളിപ്പെടാൻ പോകുന്ന പ്രവർത്തികൾ അസാധാരണമായിരിക്കും. യേശുവിൻ നാമത്തിൽ. പലയിടത്തും നിങ്ങളുടെ പേര് കാണത്തില്ല, എന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും. യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരും നിങ്ങളെ അറിയുകയില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? ഞങ്ങൾ കാണുന്നവർ മാത്രമല്ല, ഞങ്ങൾ അനുഭവിക്കുന്നവരാ. ഓ വാഗ്ദത്തം കാണുകയല്ല, വാഗ്ദത്തം അവകാശമാക്കുന്നവരാ. ഞങ്ങളിൽ കത്തുന്ന ഒരു അഗ്നിയുണ്ട്. ഈ തലമുറയിൽ അഗ്നി കത്തുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറി മാസ്റ്റർ. ഇന്ന് രാത്രി ഇവിടെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു പകർച്ച ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. ചിലതിന്മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലതിന്മേൽ അഗ്നി ഒന്ന് വ്യാപരിക്കാൻ പോകുകയാണ്. നിങ്ങൾ അറിയാത്ത ചില നിർബന്ധം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വീഴാൻ പോകുക. അറിയാത്തൊരു അഗ്നി നിങ്ങളുടെ മേൽ കത്താൻ പോകുക. അത് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നിടത്ത് ഈ അഗ്നിയും കൊണ്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങൾ വെറുതെ എങ്ങും പോകുകയില്ല. എവിടെയൊക്കെ നിങ്ങൾ പോകുന്നുവോ ഈ അഗ്നി നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഭാഷാ ശൈലിയില്ലായിരിക്കും, എന്നാൽ ആ വാക്കുകളിൽ ദൈവശക്തി ഉണ്ടായിരിക്കും. യേശുവിൻ നാമത്തിൽ ചേഞ്ചസ് വരാൻ പോകുക, ചേഞ്ചസ് വരാൻ പോകുക. യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിന്റെ അഗ്നി തലമുറയിൽ കത്തി തുടങ്ങിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രാജ്യങ്ങളിൽ കത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അഗ്നി ഇവിടെ പൊഴിയുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഏൽപ്പിച്ചു ഓടിക്കുന്നവർക്ക് വേണ്ടി ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. Oh glory, glory, glory. Glory, glory. ഇന്ന് രാത്രി ഇവിടെ അഗ്നി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക. Yes, Lord. Oh God. Oh God, I thank you. ഇതകത്ത് കത്തിയെന്ന് എന്താ ഉറപ്പ്? ഉറപ്പ് ഞാൻ പറയാം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ഇത് കത്തിയോ ഇല്ലയോ. ചില വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിലാകും ഇത് കത്തിയോ ഇല്ലയോ. Oh God. Oh Lord, thank you. Jesus, Jesus, Jesus.
മോശയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനിൽ അഭിഷേകം ഉള്ളപ്പോൾ തന്നെ ജനങ്ങൾ പിറുപിറുക്കുന്നതായിരുന്നു. എന്നാൽ യോശുവയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനിൽ കത്തിയ അതേ അഗ്നി അവന്റെ കൂടെ നിൽക്കുന്നവരും കൂടെ കത്തുവാൻ തുടങ്ങി. ഒറ്റ സൈന്യമായി ഒന്നിച്ച് നിൽക്കുന്ന ഒരു സൈന്യമായി ഒരേ അഗ്നിക്കുള്ളിൽ എല്ലാം ഒന്നിച്ചു വന്നു. ഈ അഗ്നിയുടെ പ്രത്യേകത ഇതാണ്. Glory, 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 glory. Jesus, 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 Jesus. ഇതിൽ വലിയവരും ചെറിയവരും ആരില്ല. കാഹളമെടുക്കുന്നവർ കാഹളമെടുക്കും, പട്ടകമെടുക്കുന്നവർ പട്ടകമെടുക്കും, വാളെടുക്കുന്നവർ വാളെടുക്കും. ഒറ്റ സൈന്യം ഒരഗ്നിക്കുള്ളിൽ ഒന്നിച്ചു വരുന്ന അഭിഷേകം. Jesus, Jesus. ഇന്ന് രാത്രി ഒരു അഗ്നിയുടെ ഇറങ്ങുകയാണ്. ഒന്നിച്ചു നിർത്തുന്ന ഒരു അഭിഷേകം, ഒന്നിച്ചു നിർത്തുന്ന ഒരു അഗ്നി. Yes, Lord, yes, Lord. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരുഭൂമിയിൽ പട്ടുപോകുന്ന അഭിഷേകമല്ല, വാഗ്ദത്ത നാടിനെ അവകാശമാക്കുന്ന അഭിഷേകം, ഒന്നിച്ചു നിൽക്കുന്ന അഭിഷേകം. Jesus, Jesus. Oh God, I love you tonight. ഇന്ന് രാത്രി ഇവിടെ ഇത് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ തലമുറയിൽ ദൈവം ഹൃദയങ്ങളെ ഒന്നിച്ചാക്കുന്ന നാളുകളാണ്. അഭിഷക്തന്മാരെ ഒന്നിച്ച് നിർത്തുന്ന നാളുകൾ, അഭിഷക്തന്മാരെ ഒന്നിച്ച് നിർത്തുന്ന നാളുകൾ. ഇത് പിളർപ്പിന്റെ സമയമല്ല, ഇത് ഒന്നിച്ചാകുന്ന സമയമാണ്. ഒരേ അഗ്നി, ഒരേ അഗ്നി, ഒരേ അഗ്നി, ഓരോരുത്തരും മേൽ ഇറങ്ങിയിട്ട് ഒറ്റ പർപ്പസ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടണം, ദൈവരാജ്യം പണിയപ്പെടണം. ദുഷ്ടന്റെ ആധിപത്യം ഇല്ലാതാകണം, അവന്റെ തന്ത്രങ്ങൾ ഇല്ലാതാകണം, ജനം വെടിവെക്കപ്പെടണം, ഉണർവ് വ്യാപരിക്കണം, ദൈവത്തിന്റെ അഗ്നി ആളിക്കത്തണം. Jesus. ഒരു അധികാരത്തിന്റെ വഴി ഒരുത്തനെ ഫലമേൽപ്പിക്കാൻ കഴിയും. എന്നാൽ ഈ അഗ്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അഗ്നി എല്ലാവരുടെ മേലും കത്താൻ കഴിയും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അതാണ് പെന്തക്കോസ്ത് നാളിൽ നടന്നത്. പെന്തക്കോസ്ത് നാളിൽ ഒരേ അഗ്നി പലരുടെ മേൽ ഒരുപോലെ വന്ന് പതിഞ്ഞു. ഒരേ അഗ്നിക്കുള്ളിൽ എല്ലാവരും ആയിത്തീർന്നെങ്കിൽ ഈ തലമുറ ജോഷുവ ജനറേഷൻ നിങ്ങൾക്ക് ഒരേ അഗ്നി ദൈവം പകരുന്ന നാളുകളായിരിക്കും. യോശുവ ജനറേഷന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത, ഒന്നിനെ തളർത്താൻ നോക്കിയാൽ മറ്റേവൻ പിടിച്ചിടുകയല്ല, അവനെ ഇവിടെ താങ്ങി നിർത്തിയിട്ട് ഒന്നിച്ച് നിർത്തുന്ന അഭിഷേകം, അന്യനും ബലപ്പെടുത്തുന്ന അഭിഷേകം, അന്യനും ധൈര്യം കൊടുക്കുന്ന അഭിഷേകം, അന്യനും ഉറപ്പിക്കുന്ന അഭിഷേകം. ഇതാണ് യോശുവ ജനറേഷന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത. Oh God, I thank you. Thank you, Jesus. Oh Lord, I love you tonight. വലിയ ദൈവസാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കുക. ഏറ്റെടുത്തോളാണ്, ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി അഗ്നി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഏറ്റെടുത്തോളാണ്. ചിലതിന്മേൽ അഗ്നി ഇന്ന് രാത്രി വീണുകൊണ്ടിരിക്കുക. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഇത് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന അഭിഷേകമല്ല, ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്യുന്ന അഭിഷേകമല്ല. ഇതൊന്നിച്ച് നിൽക്കുന്ന അഭിഷേകം, ദൈവത്തെ ഉയർത്തുന്ന അഭിഷേകം, സൂര്യനെ നിർത്തുന്ന അഭിഷേകം, ചന്ദ്രനെ നിർത്തുന്ന അഭിഷേകം. യേശുവിൻ നാമത്തിൽ ഈ അഭിഷേകത്തിന് പ്രത്യേകതയുണ്ട്. പ്രകൃതി ശക്തിയെ പോലും വിരൽ ചൂണ്ടി നിർത്തുന്ന അഭിഷേകമായി യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. പ്രകൃതി ശക്തിയെ പോലും വിരൽ ചൂണ്ടി നിർത്തിയിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അഭിഷേകമാണ് ഈ അഭിഷേകം. അതിനകത്തൊരു അഗ്നി കത്തുന്നുണ്ട്. Glory Master. Oh God. Oh Lord, I love you. I don't know what to do tonight. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. മല്ലന്മാരെ തകർക്കുന്ന അഭിഷേകം, പാമ്പുകളെ ചവിട്ടുന്ന അഭിഷേകമാണ്, തേടുകളെ ചവിട്ടുന്ന അഭിഷേകമാണ്, ദുഷ്ടന്റെ തന്ത്രങ്ങളെ പൊളിക്കുന്ന അഭിഷേകമാണ്, ബലവാനെ പിടിച്ചു കെട്ടുന്ന അഭിഷേകമാണ്, അവൻ കൊള്ള ചെയ്തതിനെ മടക്കിക്കൊണ്ടുവരുന്ന അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന് പ്രത്യേകതയുണ്ട്.
Oh God, love you Jesus, love you. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കണം ഇന്ന് രാത്രി. Oh God, I know ദൈവസാന്നിധ്യം ഇവിടെ നിന്ന് വ്യാപരിക്കുക. ദൈവിക അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. കണ്ണുകളടച്ചാട്ട് ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. എല്ലാ കണ്ണുകളടച്ചാട്ട്. ജീസസ് ജീസസ് ജീസസ്. ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി പൊഴിയുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലതിനെ, പൂണിയിൽ ഒളിച്ചു വെച്ച ചിലതിനു വേണ്ടി അവൻ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ അഗ്നി, കത്തിക്കുന്ന അഭിഷേകം, ഒരു കത്തിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് നിങ്ങളുടെ നാവിന്മേൽ, ചിലതിന്റെ നാവിന്മേൽ ഇന്ന് രാത്രി അത് തൊടാൻ പോകുക. ചിലരത് അനുഭവിക്കാൻ പോകുക. ചിലർ ചൂട് അനുഭവിക്കാൻ പോകുക. ചിലർ ശരീരത്തെ അനുഭവിച്ചറിയാൻ പോകുക. നിങ്ങളെല്ലാവരും നാം ദൈവത്തെ സ്തുതിച്ചാട്ട് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട് എല്ലാവരും അഭിഷേകം വരകട്ടെ, അഭിഷേകം വരകട്ടെ. Oh God, oh Lord, Holy Spirit, Holy Spirit, oh God, oh God. അനേകരും നിന്നെ വീഴ്ത്തുവാൻ ശ്രമിച്ചു, അനേകരും നിന്നെ തള്ളിയിടുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ കരം ഇതുവരെ നിന്നെ താങ്ങിയത് മറ്റൊന്നിനും വേണ്ടിയല്ല. നിന്നിൽ അവനൊരു അഗ്നി കത്തിക്കാനുണ്ട്. നിന്നെ ഇതുവരെയും വെച്ചിരുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. നിന്നിൽ അവനൊരു അഗ്നി കത്തിക്കാനുണ്ട്. നീ വാക്തത്തിൽ നിന്ന് വിദൂരമല്ല. ജീസസ് ജീസസ് ജീസസ്. ചില വഴികളെ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോടുണ്ടെന്ന് പരിശുദ്ധന്മാർ പറയുന്നു. ചെങ്കടലിലും വഴി തുറക്കുന്നവനാ എൻ്റെ ദൈവം, ആഴിയിലും വഴി തുറക്കുന്നവനാ എൻ്റെ ദൈവം. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ, ഓ ജീസസ്, ഓ ഗോഡ്, ചിലതിൻ്റെ മറുപടി ഇന്ന് രാത്രി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇന്ന് രാത്രി. പ്രത്യേകിച്ച് ഈ സഭയോടുള്ള വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു പ്രത്യേക ഹൃദയത്തോടെ, പ്രത്യേക സ്വഭാവത്തോടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം കണ്ടെത്തി. ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒന്നിച്ചു നിർത്തിയിരിക്കുന്നു. ഒരേ അഗ്നി അവൻ കത്തിച്ചിരിക്കുന്നു തിരുനാമ മഹത്വത്തിനായി. ഓ ഗോഡ്, ഒരാരംഭം തുടങ്ങിയിട്ട് പകുതി വഴിക്ക് നിർത്തുന്നവനല്ലത്, അന്ത്യത്തോളം കൂടെയിരിക്കുന്നവൻ. ഒരു കാര്യം പറഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നവനല്ല. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കും. യേശുവിൻ നാമത്തിൽ വളർത്തുന്ന ദൈവം ഇന്ന് രാത്രി പറയുന്നു, അവൻ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കും. അവൻ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി സംശയിക്കരുത്. അരുളി ചെയ്തത് അവൻ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കും. ആരൊക്കെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാലും അവൻ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കും. അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് എത്തിയിരിക്കും. ജീസസ് ജീസസ് ജീസസ്. ഓ ഗോഡ്, ഐ ലവ് യു ടുനൈറ്റ്. ഓ ഗോഡ്. യെസ് മാസ്റ്റർ. ഓ ഗോഡ്, ഓ ഗോഡ്. ചില രേഖകളെ മാറ്റുവാൻ അവൻ ശക്തനാണ്. ചില വിഷയങ്ങൾ നടക്കത്തില്ലെന്ന് ആരൊക്കെ രേഖ എഴുതിയാലും അതിനെ പോലും മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ അരുളി ചെയ്ത് നിവർത്തിപ്പാൻ അവൻ്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. അത് നടന്നിരിക്കും നിശ്ചയം.
കൂട്ടത്തോടെ, എന്താണ് ആ പദം വരുന്നതെന്നറിയില്ല, ആസ് എ ഗ്രൂപ്പ് മിഷൻ ട്രിപ്സ് ഈ ചർച്ചിൽ നിന്നുള്ളവായിരിക്കും. ദൈവം പലതിനെയും ഇതിന്റെ മധ്യത്തിൽ രഹസ്യമായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദാഹത്തോടെ കൂടെ, വലിയ പ്രതീക്ഷയോടെ കൂടെ ദൈവം പലതിനെയും ഒരുക്കുകയാണ്. ഒരു ടീമായിട്ട് പല സ്ഥലങ്ങളിലും പോകും. ആ പോകുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടും. അതുകൊണ്ട് അത് തീരുകയില്ല. ഒരു ടീം ഒരിടത്ത് പോകുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ അടുത്ത ടീം വേറെടുത്ത് പോകും. ഇതൊന്നിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമായിരിക്കും. ദർശനം ഇവിടത്തേക്ക് മാത്രമല്ല, ഒരു ലോകവ്യാപകമായി മാറത്തക്കവണ്ണം ഒരു ഗ്രൂപ്പ് ഒരിടത്ത് പോകുമ്പോഴത്തേക്ക് അടുത്ത ഗ്രൂപ്പ് വേറെടുത്ത് പോകാൻ തയ്യാറായിരിക്കും. ജീസസ് ജീസസ്. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഒരു ജോഷുവ ജനറേഷനെ ദൈവം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി